परमेश्वर के नाम की स्तुति कर रहे हैं और मेरे आवाज सुनने वाले सबको परमेश्वर यीशु मसीह के नाम पे मेरा प्रेम वंदन देता हूं। കേൾക്കാൻ കഴിയുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം. മൈക്ക് ഉണ്ടോ നിങ്ങളെ? ഏതാ മൈക്ക് ഉണ്ടോ അവിടെ? ഈക്കോ അടിക്കുന്നുണ്ട് ശബ്ദം. മനസ്സിലായില്ല. കേൾക്കാൻ പറ്റുന്നില്ലേ? ഇപ്പൊ കേൾക്കാം. ഈക്കോ അടിക്കുന്നുണ്ട്. ഈക്കോ ഇവിടെ വേറെ ഒന്നുമില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങളെ എല്ലാം മ്യൂട്ട് ആക്കണേ. Yeah. മ്യൂട്ട് അല്ലാത്ത ഒത്തിരി ഉണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും. എല്ലാവരും മ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഓക്കെ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സംസാരിച്ചുകൊണ്ടിരുന്നത് യേശുക്രിസ്തുവിന്റെ ജീവൻ എങ്ങനെ ജീവിക്കാം എന്നുള്ളതാണ്. हमने पिछले दिनों में सीखा कि यीशु मसीह की जिंदगी के द्वारा हम क्या सीख सकते हैं. ഹലോ, കേൾക്കുന്നുണ്ടല്ലേ? കേൾക്കുന്നുണ്ട്, പറഞ്ഞേ. അപ്പോൾ ആത്മാവിനാൽ വീണ്ടും ജനിക്കുന്ന എന്നാണ് നമ്മൾ കഴിഞ്ഞ എല്ലാം കണ്ടത്. ജീവിതം, ആത്മാവിലുള്ള പുതിയ ജീവിതം എങ്ങനെയാണ് എന്ന് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. आत्मा में जो नया जिंदगी है वो किस प्रकार है करके हम पिछले 2 दिन से सीख रहे थे. ക്രിസ്തുവിലുള്ള ജീവൻ എങ്ങനെയാണ് അത് ഉണ്ടാകുന്നത് എന്ന് നമ്മൾ കണ്ടു. मसीह में जिंदगी किस प्रकार है करके हमने देखा. നമ്മൾ യോഹന്നാന്റെ എന്താണ് എന്ന് യോഹन्ना के उस सुसमाचार से किस प्रकार नया जन्म लेना है उसके बारे में भी हमने देखा. നമ്മൾ കണ്ടത് ക്രിസ്തുവിന്റെ ജീവൻ നമുക്ക് ഇല്ലാത്ത ഒന്നായിരുന്നു, അത് ആത്മാവിലുള്ളതായിരുന്നു. നമ്മൾ ജഡത്തിൽ ജീവിക്കുന്നവരായിരുന്നു. हमने देखा कि उस मसीह की जिंदगी वो हमारे पास इस प्रकार की जिंदगी नहीं थी. हम शरीर में जीते थे, हम आत्मा में नहीं जीते थे. അനുസരിച്ചാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ദൈവം നമ്മളെ സൃഷ്ടിച്ചത് ദൈവമായുള്ള കൂട്ടായ്മയിൽ ജീവിക്കാൻ വേണ്ടിയാണ്. हम हमारे हिसाब से जीते थे मगर परमेश्वर ने हमें इसलिए सृजा कि हम उसके इच्छा के अनुसार जिंदगी बिताएं. ആ ഒരു ജീവൻ എങ്ങനെ അനുഭവിക്കാം എന്നുള്ളതാണ് സുവിശേഷത്തിന്റെ ഏറ്റവും വലിയ സന്ദേശം. उस प्रकार की जिंदगी किस प्रकार हम जी सकते हैं, किस प्रकार हम अनुभव कर सकते हैं, तो समाचार की सबसे बड़ा संदेश वो है. നിക്കോദെമോസിനോട് കർത്താവ് സംസാരിക്കുമ്പോൾ, निकोदेमस से जब मसीह बात कर रहा है, കർത്താവ് ആ വീണ്ടും ജനനത്തെ കുറിച്ചാണ് അവനോട് പറയുന്നത്. फिर नए जन्म के बारे में यीशु मसीह उनसे कह रहा था. വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ ഇല്ല. जल से और आत्मा से अगर जन्म नहीं लेते हैं परमेश्वर के राज्य में प्रवेश नहीं कर पाएगा. എന്താണ് വെള്ളം എന്നാ പറഞ്ഞ്? जल का अर्थ क्या था हमने सीखा. വെള്ളം നമ്മൾ സാധാരണ വചനം എന്നാണ് വ്യാഖ്യാനിക്കുന്നതെങ്കിലും ആ വേദപുസ്തകത്തിന്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കി
അത് യെശക്കേൽ പ്രവചനത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു വാക്യമാണെന്ന് നമുക്ക് ഒന്ന് മുമ്പോട്ട് കടന്ന് आलोചിക്കാം. और जल के बारे में हम आमतौर से जब सीखते हैं तो परमेश्वर के वचन के तुलना करके वो सीखते हैं, मगर एसेकिएल की पुस्तक से हमने कल एक वचन पढ़कर देखा था और थोड़ा गहराई से आज के दिन हम सीखेंगे. ആ വചനം ഇങ്ങനെയാണ്. उस वचन इस प्रकार है. കർത്താവ് നിക്കോദമോസിനോട് പറയുന്നത് പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന്. मसीह ने निकोदेमस से कहा कि अगर नए तौर से जन्म नहीं लेते हैं परमेश्वर का राज्य कोई देख नहीं सकेगा. വീണ്ടും ജനിക്കണം എന്ന് കേട്ടപ്പോ നിക്കോദമോസ് വിചാരിച്ചു ഇത് എങ്ങനെ ഇനി വീണ്ടും ജനിക്കാൻ പറ്റും, കാരണം അമ്മയുടെ ഉദരത്തിൽ ഇനി ഒന്നുകൂടെ കിടക്കാൻ പറ്റുമെന്നാണ് ചിന്തിച്ചത്. और जब नया जन्म लेना है करके उसने सुना तो उसने सोचा कि ये बात कैसे होगा, क्योंकि माँ के कोख में वापस जाके जन्म लेना है. ഓക്കെ, അപ്പോൾ കർത്താവിനോട് പറയാണ് അത് ജനിക്കാനൊരു വഴിയുണ്ട്, വീണ്ടും ജനിക്കാനുള്ള ഒരു വഴി എന്ന് പറയുന്ന വെള്ളവും ആത്മാവുമാണ്. और तब यीशु मसीह उनसे कहता है कि फिर जन्म लेने का, नया जन्म लेने का एक रास्ता है, वो जल और आत्मा के द्वारा होती है. എങ്ങനെയാണ് വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നത്? किस प्रकार आत्मा और जल से नया जन्म पा सकते हैं? എങ്ങനെയാണ് വെള്ളത്താലും ആത്മാവിനാലും ഒരാൾ വീണ്ടും ജനിക്കുന്നത്? और एक व्यक्ति किस प्रकार आत्मा और जल से नया जन्म पा सकते हैं? അപ്പോൾ കർത്താവ് എക്സ്പ്ലെയിൻ ചെയ്യാണ്, ജഡ ആത്മാവിനാൽ ജനിച്ച ആത്മാവാണ്. और मसीह उस बात को समझा रहा है कि जो आत्मा से जन्मा है वो आत्मा है. ഓക്കെ, അപ്പോൾ കർത്താവോട് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നതിൽ നിങ്ങൾ ആശ്ചര്യപ്പെടരുത്, നിങ്ങൾ ഞെട്ടിപ്പോകരുത്. और यीशु मसीह कहता है अवमान न कर, मैंने तुझसे कहा कि तुम्हें नए सिरे से जन्म लेना अवश्य है. निकोदेमोस 9 वाक्यത്തില് 9वें वचन में निकोदेमस ने इस प्रकार उत्तर दिया, ഇത് എങ്ങനെ സംഭവിക്കും, कि ये किस प्रकार हो सकती है, എങ്ങനെയാണ് വീണ്ടും ജനിക്കാൻ പറ്റുന്നത്, किस प्रकार नया जन्म हम पा सकते हैं. അപ്പൊ കർത്താവിനോട് ചോദിക്കുകയാണ്, നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിട്ടും ഇത് അറിയുന്നില്ലേ? तब मसीह उनसे पूछता है, तो इस्राएलियों का गुरु होकर भी इन बातों को नहीं समझता है? ആമേൻ ആമേൻ എന്നോട് ഓക്കെ, നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിട്ട് ഇത് അറിയുന്നില്ലെന്ന് ചോദിക്കാൻ കാരണം ഇത് അവൻ അറിഞ്ഞിരിക്കേണ്ടതായിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. और इस्राएल का गुरु होकर भी ये बात नहीं समझता है करके उनसे इसलिए पूछा क्योंकि ये सारे बात उसे समझना जरूरी था. ഓക്കെ, കാരണം അത് ബൈബിളിൽ ഉണ്ടായിരുന്നു, അത് പഴയ നിയമത്തിൽ ഉണ്ടായിരുന്ന കാര്യമാണ്. क्योंकि वो उस समय के पुराने नियम में ये बात थी. വെള്ളത്താലും ആത്മാവിനാലുമുള്ള വീണ്ടും ശരിക്കും നമ്മൾ കാണുന്ന എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 36 മുതലുള്ള വാക്യങ്ങളിലാണ്. और जल और आत्मा से जो नया जन्म पाने के उस विषय के संबंध में जो वचन हम सच्ची रूप में एसेकिएल 36 के उस 25वें वचन में हम देखते हैं. അവിടെ പറയുന്നത്, ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും. और वहां लिखा है कि मैं तुम पर शुद्ध जल छिड़काऊंगा. നിങ്ങൾ നിർമ്മലരായി മാറും. और आप शुद्ध हो जाओगे. ഞാൻ നിങ്ങളുടെ സകല മലിനതയും സകല വിഗ്രഹങ്ങളും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. और मैं तुम्हारी सारी अशुद्धता और मूर्तों से मैं शुद्ध कर दूंगा. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോമിസ് ആണ് വെള്ളത്താൽ സംഭവിക്കുന്നത്. और इस वायदा जल के द्वारा पूरा होता है. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. मैं तुम्हें एक नया हृदय दूंगा. പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കണ്ടോ, വെള്ളവും ആത്മാവും. और एक नया आत्मा, देखिए जल और आत्मा आपके अंदर मैं दूंगा. ആ ആത്മാവ് എന്ത് ചെയ്യും നോക്കി, കല്ലായുള്ള ഹൃദയം ഞാൻ ജഡത്തിൽ നീക്കും. और उस आत्मा क्या करता है, देखिए देह में पत्थर का हृदय निकाल कर तुम्हें मांस का हृदय देता है.
അപ്പോഴാണ് ആത്മാവ് പ്രവർത്തിക്കുന്നത്. ആത്മാവ് നമുക്ക് മാംസളമായ ഒരു ഹൃദയം തരും. और आत्मा क्या करती है? देखिए, एक नया मांस वाला हृदय देता है। അപ്പൊ വെള്ളത്താൽ എന്താ സംഭവിക്കുന്നത്? तब जल से क्या होता है? देखिए, നമ്മുടെ മേലെ തളിക്കപ്പെടുമ്പോൾ जब हमारे ऊपर वो छिड़काया जाता है, നമ്മുടെ ഉള്ളിലുള്ള സകല വിഗ്രഹങ്ങളും പോകും. हमारे हृदय के अंदर के जो सारे मूर्ति है वो निकल जाती है, കഠിനമായ ഹൃദയം പോകും. और कठिन वाली सारे बातें या हृदय निकल जाती है। കഠിനമായ ഹൃദയത്തെ ദൈവം നന്നാക്കി സോഫ്റ്റ് ആക്കി എടുക്കുമല്ല. कठिन उस हृदय को परमेश्वर मरम्मत करके उसे एकदम सॉफ्ट नहीं बना देता है, അങ്ങനെയല്ല ചെയ്യുന്നത്. इस प्रकार नहीं करता है, അതങ്ങ് എടുത്ത് കളയുക ചെയ്യും. उसे निकाल के फेंक देता है। പുതിയ ഒരെണ്ണം പിടിപ്പിക്കുക, ഒരു സർജറിയാ. और वहां देखिए एक ऑपरेशन होता है, एक नया हृदय वहां लगाता है। ഇപ്പൊ വെള്ളം എന്തിനാ തളിക്കുന്നത്? पानी क्यों छिड़काया जाता है? അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്, നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയല്ല. और वो परमेश्वर का क्रिया है, हम इस बात को नहीं करते हैं। വെള്ളത്താലും ആത്മാവിനാലും ഉള്ള നമ്മുടെ വീണ്ടും ജന്മം എന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തിയല്ല, അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. आत्मा और जल से जो क्रिया होती है या नया जन्म पाते हैं, वो हमारा क्रिया नहीं है, वो परमेश्वर का क्रिया है। ദൈവം അത് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ അകത്തുള്ള മലിനതകളും നമ്മുടെ വിഗ്രഹങ്ങളും ഇല്ലാതെ പോകും എന്നുള്ളതാണ്. और जब परमेश्वर उस बात को करता है तो हमारे अंदर की मलिनता और मूर्ति पूरा निकल जाता है। അപ്പോൾ ശരിക്കും നമ്മുടെ കഠിനമായ ഹൃദയത്തെ മാറ്റുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് വെള്ളത്തിന്റെ അനുഭവമായിട്ട് പറയുന്നത്. और सही रीति से हम सीखे तो उस हमारे कठिन हृदय को हटाने वाली उस प्रक्रिया को जल के द्वारा उस बात को कहा जाता है। അത് ദൈവം നമ്മളിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്, നമ്മൾ വെള്ളത്തിൽ ഇറങ്ങുന്ന പരിപാടിയല്ല. परमेश्वर उस बात को हमारे अंदर करता है, हम पानी के अंदर उतरने वाली बात या प्रक्रिया नहीं है वो। നമ്മുടെ ഉള്ളിലുള്ള കഠിന ഹൃദയത്തെ നീക്കുവാൻ നമ്മൾ വിചാരിച്ചാൽ കഴിയത്തില്ല. हमारे अंदर जो कठिन हृदय है, अगर उसे हम निकालने की कोशिश करें वो नहीं निकलता है। രക്ഷയുടെ എല്ലാ ഭാഗങ്ങളും മനുഷ്യരാൽ അസാധ്യവും ദൈവത്താൽ സാധ്യവുമാണ്. उद्धार की सारी बातें मनुष्य से असंभव और परमेश्वर से संभव है। അതുകൊണ്ട് നമ്മുടെ വീണ്ടും ജനനം നമ്മളാൽ സാധ്യമല്ല, നമ്മുടെ വീണ്ടും ജനനം കർത്താവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. और इसीलिए नया जन्म पाने के लिए हमारी मेहनत हमारी क्रियाओं से नहीं हो सकता है, मगर परमेश्वर के क्रिया से ही हम उस बात को पा सकते हैं, सफल हो सकते हैं। അവൻ നമ്മുടെ മേൽ നിർമ്മല ജലമാണ് നമ്മെ വിശുദ്ധീകരിക്കുന്നത്. उसने जो हम पर छिड़काने वाली उस शुद्ध जल के द्वारा हम शुद्ध हो जाते हैं। നമ്മുടെ ഉള്ളിലുള്ള വിഗ്രഹങ്ങൾ തകർന്നു പോകും. हमारे अंदर जो मूर्तें हैं वो सब टूट जाती है। നിങ്ങളുടെ ഉള്ളിൽ വിഗ്രഹങ്ങളുണ്ടോ? क्या आपके अंदर मूर्तें हैं? വെളിയിലുള്ളതൊക്കെ നമ്മൾ തന്നെയാണ്. जो आमतौर से जो बाहर से दिखती है उस प्रकार की मूर्तें हमने तोड़ दिया होगा, അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. और वो तो केवल हम ही कर सकते थे, इतना ही था। പക്ഷേ നമുക്ക് ഈ ആന്തരികമായിട്ടുള്ള ആ ഒരു വിഗ്രഹത്തെ എടുത്തു മാറ്റാൻ ദൈവത്തിന് മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. വെള്ളം തളിക്കുന്നതിലൂടെ മാത്രമേ കഴിയുള്ളൂ മലിനതകളും വിഗ്രഹങ്ങളും നീക്കുവാൻ. अगर हमारे आंतरिक रूप में जो अशुद्धता और मूर्तें हैं, ये केवल हमसे हटा नहीं जाया सकता है, केवल परमेश्वर जब हमारे ऊपर फल छिड़कता है उसके द्वारा ही वो हटाया जा सकता है। മനുഷ്യന്റെ മരണം പഴയതിനെ നീക്കി പുതിയത് പിടിപ്പിക്കുന്ന ആ ഹാർട്ട് സർജറിയാണ് നമ്മെ പുതിയ മനുഷ്യരാക്കി മാറ്റുന്നത്. और मनुष्य में से जो अपने हृदय को हटाकर नया हृदय लगाता है, उस क्रिया को हमें एक नया व्यक्ति के रूप देता है। ഓക്കെ, അപ്പോൾ ആ പ്രോസസ്സ് ആണ് മോശനോട് കർത്താവ് ചോദിക്കുന്നത്, നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിട്ടും ഈ വാഗ്ദത്തങ്ങളെ കുറിച്ച് നിനക്ക് അറിവില്ലേ? उस क्रिया के संबंध में यीशु मसीह निकोदेमुस से पूछता है, तू इस्राएलियों का गुरु होकर भी इन बातों को नहीं समझता है? കാരണം നിക്കോദമോസ് അത് അറിഞ്ഞില്ല. क्योंकि निकोदेमुस उन बातों से उसको वो जानता नहीं था।
എന്തുകൊണ്ടാണ് ദൈവത്തിന് നമ്മുടെ പഴയ ഹൃദയത്തെ നന്നാക്കി എടുക്കാൻ പറ്റാത്തത്? और क्यों परमेश्वर हमारे उस पुराने हृदय को मरम्मत नहीं कर पाता है? अंकल वॉइस कर दें अंकल। अंकल എന്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ പഴയ ഹൃദയത്തെ മാറ്റേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ് അതിനെ നന്നാക്കാൻ പറ്റാത്തത്? और उस पुराने जो हृदय है उसका हम मरम्मत क्यों नहीं कर सकते हैं? उसे पूरी तौर से बदलने की जरूरत क्यों है? അതിന്റെ കാരണം ഈ പഴയ മനുഷ്യനെ നന്നാക്കാൻ വഴിയില്ല എന്നുള്ളത് തന്നെയാണ്. उसका कारण यह है कि पुराने मनुष्य को सुधारने का या मरम्मत करने का कोई रास्ता नहीं है। അതുകൊണ്ട് വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ പഴയ മനുഷ്യനെ നന്നാക്കി എടുക്കുന്ന ഒരു പരിപാടിയല്ല, പഴയ മനുഷ്യനെ എന്നേക്കുമായി ഇല്ലാതാക്കുന്ന പരിപാടിയാണ്. और विश्वास अर्थात हमारे पुराने मनुष्य को मरम्मत करने वाली एक बात नहीं, एक क्रिया नहीं, हमारे पुराने उस मनुष्य को सदा के लिए, हमेशा के लिए गाड़ देने वाली या नाश करने वाली एक प्रक्रिया है। കാരണം പഴയ ജീവൻ കൊണ്ട് ഇനി പ്രയോജനമൊന്നുമില്ല. क्योंकि पुराने जीवन से अभी कोई फायदा नहीं है। അതുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല, ജഡരക്തങ്ങൾക്ക് ദൈവരാജ്യം അവകാശമാക്കാൻ പറ്റില്ല. और इसीलिए उससे परमेश्वर को हम प्रसन्न नहीं कर सकते हैं और इस शरीर के अभिलाषाओं को परमेश्वर के राज्य में वो प्रवेश नहीं कर सकता है। അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്നത്? നമുക്ക് എളുപ്പമല്ല അത് മനസ്സിലാക്കാൻ. നമ്മൾ വിചാരിച്ചാൽ നന്നാവുന്നതേ ഉള്ളൂ, നാളെ തൊട്ട് ഞാൻ നന്നാക്കിയോളാം എന്നൊക്കെ നമ്മൾ വിചാരിക്കും, പക്ഷെ ഒരിക്കലും നടക്കില്ല. ये सारी बातें हम किस प्रकार समझ सकते हैं? हम निर्णय तो लेते हैं कि हम कल से सुधर जाएंगे, मगर हमारे से उस निर्णयों का पालन करना इतना आसान नहीं है। പക്ഷെ ഒരിക്കലും നമ്മളെ കൊണ്ട് നടക്കില്ല. അതിന് കാരണമുണ്ട്. और कभी भी हम उस निर्णयों का पालन नहीं कर सकते, उसका कारण है। കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള പാപം നമ്മുടെ യജമാനനാണ്. ആ പാപമാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. क्योंकि उसका कारण यह है क्योंकि हमारे अंदर जो पाप है निवास करता है, वो हमारा मालिक है, वो हमें नियंत्रण करता है। ആ ബലവാനെ പിടിച്ചു കെട്ടാതെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. उस बलवान को बांधे बगैर हम बच नहीं सकते हैं। ഓക്കെ, അപ്പോൾ ദൈവത്തിന്റെ ആ ഒരു രക്ഷ അനുഭവിക്കുവാൻ തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ തന്നെ പഴയ ജീവിതം മുഴുവനാണ്. നിക്കോദെമോസിന്റെ കർത്താവ് പറയുന്ന അതാണ്, നീ നേടിയെടുത്ത നിന്റെ ജ്ഞാനമാണ് ദൈവരാജ്യത്തിൽ ഒരു ശിശുവിനെ പോലെ കടക്കാൻ നിനക്ക് പ്രയാസം. और इसलिए परमेश्वर का उस उद्धार पाने के लिए हमारे इस शरीर एक रुकावट बनकर खड़ी रहती है। वही बात ഞാൻ മറന്നോളാം, നാളെ തൊട്ട് ഞാൻ പുതുതായിട്ട് ചിന്തിച്ചോളാം എന്നൊന്നും പറഞ്ഞാൽ നടക്കുകയല്ല. നമ്മുടെ പഴയ ജീവിതം അതുപോലെ നമ്മുടെ ഉള്ളിൽ കിടക്കും. वही बात यीशु मसीह निकोदेमोस से कहता है कि तेरे उस जो ज्ञान है वही बात जो नए जीवन प्राप्त करने से रुकावट डाल के खड़ी है। हम निर्णय करते हैं कि हम सुधर जाएंगे या निर्णय लेते हैं, मगर उस बात से नए जन्म नहीं पा सकते हैं। നമ്മൾ യേശുക്രിസ്തുവിനെ ഏറ്റു പറയുന്നുണ്ടെങ്കിലും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ തത്വങ്ങൾ അനുസരിച്ചാണ് ജീവിക്കുന്നത്. हम मसीह को कबूल करते हैं, स्वीकार करते हैं, मगर अक्सर हमारे जिंदगी में हम हमारे सिद्धांतों के अनुसार जीते हैं। നമുക്ക് കുറെ പ്ലാനുകളുണ്ട്. हमारे पास कुछ उद्देश्य है। നമ്മൾ ചെറുപ്പത്തിലെ പഠിച്ച കുറെ പാഠങ്ങളുണ്ട്. और हमारे बचपन में हमने सीखे हुए कुछ पाठ है। അതൊരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. और उन बातों को हम कभी सीख नहीं पाएंगे, भूल नहीं पाएंगे। അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. और ये हमारे लिए बहुत बड़ा समस्या है। അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ആദ്യ പാഠങ്ങൾ മറക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മുടെ പഴയ ജഡത്തെ മുഴുവൻ എടുത്ത് മാറ്റാതെ ഒരു പുതിയ സൃഷ്ടിയെ ഉണ്ടാക്കാൻ ദൈവത്തിന് പറ്റില്ല. അതിനെ വീണ്ടും ജനനം എന്നാണ് പറയുന്നത്, പഴയതിനെ നന്നാക്കുക എന്നല്ല. और इसीलिए हमारे उस पुराने बात को हम जो हमारे पहले समय में सीखे हुए बातों को हम भूल नहीं सकते हैं। इसीलिए नए जीवन प्राप्त नहीं कर सकते हैं तब तक जब तक इस नए शरीर, पुराने शरीर को जब
हम उठा के फेंक नहीं देते हैं, उसे हम नया जन्म कहते हैं। पुराने बात को मरम्मत करके करने की बात नहीं कहते हैं। പഴയ ജീവനെ നന്നാക്കാനുള്ള പരിപാടികളാണ് ഇന്ന് മിക്കവാറും ഒക്കെ നടക്കുന്നത്. पुराने जीवन को मरम्मत करने की बातें आज ज्यादातर हम देख सकते हैं। നമ്മൾ ആൾക്കാരുടെ പറയും കള്ളം പറയില്ല കേട്ടോ മോനെ, സത്യം പറയാവുള്ളൂ, വഴക്കുണ്ടാക്കില്ല എന്നൊക്കെ പറയുന്ന ആരുടെ അറിയും? പഴയ മനുഷ്യനോടാ. ഒരു പ്രയോജനമില്ല. हम अक्सर लोगों से कहते हैं कि बच्चे झूठ नहीं बोलना, झगड़ा नहीं करना, ये सब किससे हम बात कर रहे हैं? उस पुराने मनुष्य से हम कह रहे हैं, कोई फायदा नहीं है। ഇന്ന് 2-3 ദിവസമൊക്കെ അടങ്ങിയിരിക്കും, പിന്നെ പഴയ പോലെ. നിങ്ങൾക്കറിയാമല്ലോ ഈ പാപത്തോട് യുദ്ധം ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 2-3 दिन तक वे चुप रहेंगे, मगर फिर वापस उसके अधीन वो चले जाते हैं। आप जानते हैं, हम जब पाप के विरुद्ध लड़ते हैं, പാപത്തോട് യുദ്ധം ചെയ്ത് നോക്കിയിട്ടുണ്ടോ? पाप के विरुद्ध आप युद्ध करने की कोशिश किया है? അതോ ചുമ്മാ വരുന്ന വഴിക്ക് പോകുന്ന വഴിക്കാണോ? യുദ്ധം ചെയ്യണം നമ്മളല്ലേ, പാപത്തിനെതിരെ യുദ്ധം ചെയ്യണം. यानी तो फिर आप ऐसे ही आमतौर से आ रहे हैं, चल रहे हैं, जा रहे हैं, ऐसा है क्या? नहीं, हमें पाप के विरुद्ध लड़ना है। പക്ഷെ ഈ പലപ്പോഴും യുദ്ധം ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 2-3 ദിവസം നമ്മൾ മിടുക്കായിരിക്കും, പിന്നെയും പഴയ പോലെ ആവും. बार बार जब हम युद्ध करते हैं तो क्या बात होती है? 2-3 दिन तक हम सुधर जाते हैं, उसके बाद फिर वापस पुराने अवस्था में हम लौट जाते हैं। അതുകൊണ്ട് അതിനെ നന്നാക്കാൻ പറ്റില്ല. നമ്മൾ എത്ര തീരുമാനം എടുത്താലും നമുക്ക് നന്നാവാൻ പറ്റില്ല. इसलिए हम कितना भी कोशिश क्यों ना करें, मगर हम उस बात को सुधार नहीं सकते हैं, मरम्मत नहीं कर सकते हैं। സാധാരണ പ്രസംഗിക്കുമ്പോൾ ആൾക്കാർ പറയാറുണ്ട്, പ്രസംഗകർ പറയാറുണ്ട്, ഇന്നൊരു തീരുമാനം എടുത്തേ പോകാവൂ. കേട്ടിട്ടുണ്ടോ? आमतौर से जब लोग प्रचार करते हैं तो इस प्रकार आखिरी में कहते हैं कि आज एक निर्णय लेकर ही आपको लौटना है। ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞേക്കാം, ഒരു തീരുമാനം എടുത്തിട്ടും യാതൊരു കാര്യമില്ല. मैं आपको शुरुआत में ही कह दूं कि जितना भी निर्णय लेते हैं कोई फायदा नहीं होता है। എന്താ കാരണം എന്നറിയോ? कारण क्या है जानते हो? അതൊന്നും നടപ്പാക്കാനുള്ള കഴിവ് നമുക്കില്ല. क्योंकि वो सब निर्णयों पर खड़ा रहने का उस सामर्थ्य हमारे में नहीं है। ഇത് നാട്ടുകാർക്ക് ആർക്കും അറിയത്തില്ല കേട്ടോ, ഇത് രഹസ്യമോ. ഞാൻ ये നിങ്ങളോട് പറയാം, गांव वाले नहीं जानते हैं, ये एक गुप्त बात है, रहस्य की बात है, मैं आपसे कह रहा हूँ। നമ്മൾ നന്നാവൂല എന്നുള്ളത് ബൈബിളിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒരിടത്തും നമ്മൾ നന്നാവൂല എന്ന് പറഞ്ഞിട്ടില്ല. हम नहीं सुधरेंगे करके केवल परमेश्वर के वचन में ही कहा है और कहीं नहीं लिखा है। ബാക്കി എല്ലായിടത്തും പറഞ്ഞ ട്രൈ ചെയ്യടാ, നോക്കാം, നീ വിചാരിച്ചാൽ സാധിക്കുന്നേ ഉള്ളൂ, നിന്നെ കൊണ്ട് പറ്റാത്ത എന്താ ഉള്ളത്, നീ ആള് മിടുക്കനല്ലേ. ഇങ്ങനെയൊക്കെയാണ് നാട്ടുകാരും മറ്റു മതങ്ങളും എല്ലാം പറയുന്നത്. പക്ഷെ ബൈബിൾ മാത്രം പറയുന്നത് മോനെ ട്രൈ ചെയ്യേണ്ട, തോക്കുള്ളൂ. बाकी सब जगह इस प्रकार कहते हैं, या अन्य धर्म के लोग, अन्य लोग इस प्रकार कहते हैं कि बेटा तू कोशिश कर, तू सुधर जाएगा, तेरे से हो सकता है, तू मेहनत करेगा तो क्या बात तेरे से असंभव है। मगर केवल परमेश्वर का वचन आपसे कहता है कि आप मेहनत नहीं करो, आप हार जाओगे। അപ്പൊ നിങ്ങൾ ചോദിക്കുക, ആഹാ ബൈബിളിൽ അങ്ങനെ നന്നാവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ബൈബിൾ അങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞേക്കുന്നത്. तो आप मुझसे सवाल करेंगे कि क्या ऐसे नहीं है? बाइबल तो कहता है कि सुधर जाओ, हमें सुधरने के लिए बाइबल कहता है। ഈ പുള്ളി വന്നിട്ടെന്താ നിങ്ങൾ നന്നാവൂല എന്ന് പറയുന്നത്? ഇതെവിടെ ബൈബിളിൽ എവിടെ അങ്ങനെ എഴുതിയേക്കുന്നത്? फिर क्यों आप आकर कहते हो कि आप नहीं सुधर पाओगे? बाइबल में कहाँ इस प्रकार लिखा है? നമ്മൾ വിചാരിച്ചാൽ നന്നാവാൻ പറ്റും എന്നാണ് ബൈബിൾ എഴുതിയേക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഒത്തിരി മതങ്ങളുടെ പഠിപ്പിക്കൽ അവിടെ എവിടെയൊക്കെ കേട്ടിട്ടുള്ളതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. കാരണം നമ്മുടെ ലോകത്തിന്റെ ആദ്യ പാഠങ്ങളാണ് നമ്മളോട് പറയുന്നത് വിചാരിച്ചാൽ നന്നാകാം, പക്ഷെ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്ന ഒരിക്കലും നന്നാവൂല എന്ന് തന്നെയാണ്. आपके विचार में अगर आपको लगता है कि आप मेहनत करेंगे, आपके क्रियाओं के द्वारा आप उद्धार पाओगे या सुधर सकते हो, तो वो गलत है। वो आपने इस प्रकार पहले सीखा है, इसके वजह से वो सीख आपके अंदर है। मगर परमेश्वर का वचन कभी भी ये नहीं कहता है कि आपकी क्रियाओं के द्वारा आप सुधर जाओगे। പക്ഷെ നമ്മൾ എത്ര കേട്ടാലും ഇത് വിശ്വസിക്കില്ല അല്ലെ. നമ്മുടെ ഉള്ളിലൊരു ചിന്തയില്ലേ, ഇല്ലില്ല ഞാൻ വിചാരിച്ച് നടക്കുന്ന കാര്യമുള്ളൂ. ഈ സിഗരറ്റ് വലിക്കുന്നവരൊക്കെ അവസാനം ചത്ത് കഴിയുമ്പോഴാണ് അത് മാറ്റം നിർത്താൻ പറ്റുന്നവർക്ക്. ഭയങ്കര തീരുമാനമായിരിക്കും, നാളെ മുതൽ സിഗരറ്റ് വലിക്കില്ല. പക്ഷെ പഴയ പോലെ ഇത് മനുഷ്യൻ തന്നെ ചതിക്കുക, നിന്നെ കൊണ്ട് കഴിയും എന്നും പറഞ്ഞു സഹായം ചോദിക്കില്ല. मानते नहीं है लोग, हमसे कहेंगे, हम भी हमसे ही कहेंगे कि हम मेहनत करेंगे या हम कोशिश करेंगे तो कौन सी बात हमारे लिए असंभव है। जो सिगरेट पीते हैं या धूम्रपान करते हैं, वो आखिरी में तक जब तक नहीं मरते हैं तब तक वो आदत उससे छुट्टी नहीं है। वो कितना भी निर्णय लेता है, वो उसके अंदर वो आदत रहता ही है। ഈ സിഗരറ്റ് വലിക്കുന്നവനൊക്കെ നിർത്താൻ പറ്റും കേട്ടോ, അത് മാനുഷികമായ ചില പാപങ്ങൾ നമുക്ക് നിർത്താൻ പറ്റും. പക്ഷെ ദൈവത്തിന് വിശുദ്ധമായ ഒരു ജീവിതം നയിക്കാൻ നമ്മുടെ തീരുമാനം കൊണ്ടോ നമ്മുടെ ശരീരത്തിന് പറ്റത്തില്ല. धूम्रपान जो करते हैं वो चाहिए तो आप रोक सकते हो, तो उसमें से आप बाहर निकल सकते हो, क्योंकि वो एक मानसिक पाप है।
मगर परमेश्वर जिस प्रकार चाहता है उस प्रकार की एक पवित्र जिंदगी बिताना मनुष्य के लिए असंभव की बात है। ഞാൻ കഴിഞ്ഞ വർഷം ഒരു പ്രസംഗകനോട് സംസാരിക്കുകയായിരുന്നു. मैं पिछले साल एक प्रचारक से बात कर रहा था. അദ്ദേഹം പറഞ്ഞു, ദൈവം നമുക്ക് അനുസരിക്കാൻ പറ്റുന്ന പ്രമാണങ്ങൾ മാത്രമേ തരുള്ളൂ, അത് പൂർണ്ണമായിട്ടും അനുസരിക്കാൻ കഴിയും. उन्होंने मुझसे कहा कि परमेश्वर हमें इस प्रकार की नियमें देता है जो हम मान सकते हैं और उस नियमों को मानना हमारा पूर्ण जिम्मेदारी है. ഉടനെ ഒരു ചോദ്യം നമ്മളോട് ചോദിക്കും, ദൈവം അനുസരിക്കാൻ പറ്റാത്ത നിയമങ്ങൾ തരുമോ? അങ്ങനെ തരുമോ? അങ്ങനെ തരുമോ? तब तुरंत हमारे अंदर आएगा कि क्या परमेश्वर कभी ऐसे नियमों को हमें देगा तो हम कभी मान नहीं पाएंगे या हमारे लिए मानने के लिए कठिन है. നമ്മൾ കണ്ണ് ശരിക്കും നടച്ചിട്ട് ഒന്നുകൂടെ തുറന്നു നോക്കി, സ്വപ്നം കാണുവാണോ? ശരിക്കും ദൈവം പറഞ്ഞേക്കുന്ന ഒരു കൽപ്പന അനുസരിക്കാൻ പറ്റുന്നതല്ല. क्या हम सपना देख रहे हैं? सही रीति से परमेश्वर जो नियम दे रहा है वो हमारे लिए कठिन है. ഞാൻ ഓരോന്നോരോന്ന് പറയട്ടെ, അനുസരിച്ചിട്ടുള്ളവരോടൊന്ന് കൈവെക്കണേ. मैं एक एक नियम आपके सामने रखता हूँ. इन्होंने माना है, अपने हाथों को उठाइए. നാളെ മുതൽ അനുസരിക്കാൻ പോവാന്ന് തീരുമാനമുള്ളവരും കൈവെക്കാൻ മതി. തീരുമാനമുള്ളവർ आने वाले कल से मैं निर्णय लूंगा कि मैं इन नियमों को मानूंगा, उस प्रकार के लोग हाथ उठा सकते हैं. ഓക്കെ, അപ്പൊ അനുസരിക്കാൻ പറ്റൂല എന്ന് മനസ്സിലാവുന്നവർ മാത്രം കൈ താത്തിയിട്ടാ മതി. ഓക്കെ, और जो इन नियमों को हम मान नहीं सकेंगे उस प्रकार विचारधारा वाले केवल अपना हाथ नहीं उठाए. കൽപ്പന നമ്പർ 1, पहला नियम, നിന്റെ വലത് കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയുക. आपके दाहिने आंख अगर आपको गलती में फंसाता है तो आप उसे निकाल कर फेंक दीजिए. കൈവെക്കുന്നുണ്ടോ ആരെങ്കിലും? ഇല്ല, कोई हाथ उठा रहा है? ആരുമില്ല. ഓൾറൈറ്റ്, നിങ്ങളുടെ സ്വത്ത് മുഴുവൻ വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്നെ അനുഗമിക്കുക. आपके पूरे संपत्ति बेचकर दरिद्र लोगों को देखकर आप मेरे पीछे हो लीजिए. നിങ്ങളുടെ പുതപ്പ് ചോദിക്കുന്നതിന് ഉടുപ്പും കൂടെ കൊടുക്കുക. അത് പിന്നെ നമ്മൾ ചെയ്യുമായിരിക്കും, പക്ഷെ അത് ഇത്തിരി ഒന്ന് മോഡിഫൈ ചെയ്ത് ഞാൻ പറയാം. അത് അന്നത്തെ കാലത്ത് വലിയ പാടാ, ഒരു ഡ്രസ്സൊക്കെ ഒരാൾക്ക് ഉള്ളൂ. അത് എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇണക്കിയൊക്കെയാണ് ഇട്ടോണ്ടിരുന്നത്. आपके चादर मांगने वाले को आपके पोशाक भी उतार के दे दीजिए. ये हो सकता है आप कर लेंगे, मगर उस समयों में ये सब बहुत तकलीफ वाली बात थी, क्योंकि उन समयों में केवल एक ही कपड़ा था पहनने के लिए भी. അത് രണ്ടുണ്ടെങ്കിൽ ഒന്നും ഇല്ലാത്തവന് കൊടുക്കേണ്ട അവസ്ഥയായിരുന്നു അവിടെ. उस समयों में दो अगर होता तो एक जिनके पास नहीं है उनको देने की अवस्था थी. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു എക്സാമ്പിൾ പറയാം. इसलिए मैं आपको समझ आने वाली एक उदाहरण मैं आपको बताऊंगा. നിങ്ങളുടെ മൊബൈൽ ഫോൺ അടിച്ചുകൊണ്ട് പോകുന്ന ആളോട് ചാർജറിനോട് കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ് കൊടുത്തു വിടുക. आपके मोबाइल फोन चोरी करने वाले को आप बोलो कि हमारा उसका चार्जर भी लेके जाओ. ऐसे कोई है तो हाथ उठाए. അങ്ങനെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? इस प्रकार कोई करने वाला है तो हाथ उठाए. നിങ്ങളുടെ ബൈക്ക് കള്ളത്താക്കോലിട്ട് തുറക്കാൻ ശ്രമിക്കുന്നവനോട് ഒറിജിനൽ താക്കോലും കൊടുത്ത് പേപ്പറും കൊടുത്ത് പറഞ്ഞു വിടുക. വെറുതെ എന്തിനാ ബൈക്ക് നശിപ്പിക്കുന്നത്, നീ കൊണ്ടുപോക്കാൻ മോനെ എന്ന് പറഞ്ഞു വിടുക. അങ്ങനെ പറഞ്ഞു കൊടുത്ത ആരെങ്കിലും ഉണ്ടോ? आपके बाइक चोरी करने वाले कोई आए जो झूठा चाबी डालकर आपके बाइक चोरी करने वाले को आपने पकड़ लिया और आप उसको बोले, ए बेटा इतना क्यों मेहनत कर रहे हो, इसका ओरिजिनल चाबी और इसका ओरिजिनल पेपर लेके आप चले जाओ, ऐसे कहने वाले कोई भी है? അപ്പം മരിച്ചു കിടക്കുമ്പം മരിച്ചവർ പോയി ശവം അടയ്ക്കോട്ടെ, ഞാൻ പോവാന്നും പറഞ്ഞ് പോയ ആൾക്കാരാണ്. पिता का देहांत हो गया, उसका अंतिम विधि करने वाले जो मर गए वे जाके अंतिम विधि कर ले, मैं मसीह के पीछे जा रहा हूं करके कहने वाले कोई है? ആരെങ്കിലും ഉണ്ടോ? ആരും ഒന്നും മിണ്ടുന്നില്ല. ഇനി സുവിശേഷം പറയാൻ പോകുമ്പം ഒരാൾ കൈ പൊക്കിയിട്ടുണ്ട്, അതെന്തെന്ന് അറിയത്തില്ല. സുവിശേഷം പറയാൻ പോകുമ്പോൾ എക്സ്ട്രാ ഇട്ടത്, ചെരുപ്പ് എടുക്കരുത്, പേഴ്സ് എടുക്കരുത്, വായിച്ചിട്ടുണ്ടോ? മത്തായി 10. और सुसमाचार जब प्रचार करने जाते हो तब चप्पल नहीं पहनना, बटन नहीं लेना, ये सब आपने पढ़ा होगा. मत्ती रचित सुसमाचार 10वें अध्याय में है. ഞാൻ നിങ്ങളോട് രഹസ്യം പറയട്ടെ, ആരോടും പറയരുത്. मैं आपसे एक गुप्त बात कहता हूँ, आप किसी से नहीं कहना. യേശു കർത്താവ് പറഞ്ഞതിൽ ആകെ സ്നാനമല്ലാതെ വേറെ ഒരു കൽപ്പനയും നമ്മൾ അനുസരിക്കാറില്ല. यीशु मसीह ने जो आज्ञाएं दी है उसमें से केवल बपतिस्मा के सिवाय और कोई भी बातों का हम आज्ञा नहीं मानते हैं. ഞാൻ ഏതാണ്ട് ഒത്തിരി കമാൻഡ്മെന്റ്സ് പറഞ്ഞല്ലേ, ഇത്
ഒന്നുമില്ല. उनके अनेक नियमों को मैंने कहा, इसमें से कोई भी किसी का भी हम पालन नहीं करते हैं. ഒരു കാര്യമുണ്ട്, ഇതനുസരിക്കാത്തവരാരും സ്വർഗത്തിൽ പോവില്ല. मगर एक बात है, इन बातों का पालन जो नहीं करते हैं वे स्वर्ग में नहीं जाएंगे. നമ്മളെ കൊണ്ട് അത് അനുസരിക്കാനൊട്ട് പറ്റത്തുമില്ല. और हम उस बातों का पालन नहीं कर सकते हैं. നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നു പോലുമില്ല. और हम उसके बारे में विचार भी नहीं करते हैं. ഇനി ഞാൻ നിങ്ങളോട് ഒരു രഹസ്യം കൂടെ പറയാം, പാസ്റ്റർമാരുടെ ആരോടും പറയരുത്. और एक रहस्य बात आपसे मैं कहूंगा, पास्टरों से आप नहीं कहना. നിങ്ങൾ അറിഞ്ഞ കാര്യം അവരറിയരുത്. आपने जो बात जान लिया है वे नहीं जानना चाहिए. നിങ്ങൾ ഈ സീക്രട്ട് മനസ്സിലാക്കിയെന്ന് അവർക്ക് മനസ്സിലാകരുത്. और इस गुप्त बात आप समझ गया करके वे भी नहीं समझना चाहिए. എന്താണെന്നറിയോ? क्यों मालूम है? ഞങ്ങൾ വന്ന് നിങ്ങളുടെ അടുത്ത് ഈ ചെരുപ്പ് വേണ്ട, സ്വത്ത് വേണ്ടെന്നൊന്നും പ്രസംഗിക്കാത്ത എന്തുകൊണ്ടാണെന്നറിയോ? हम आपके पास आकर इस प्रकार चप्पल नहीं चाहिए, संपत्ति नहीं चाहिए करके क्यों प्रचार करते हैं? നമ്മളോട് ചോദിക്കും, നിങ്ങളുടെ കയ്യിൽ ഇതെല്ലാം ഉണ്ടല്ലോ എന്ന്. നിങ്ങൾ ഞങ്ങളോട് ചോദിക്കും, ഇതെല്ലാം നിങ്ങളുടെ കയ്യിൽ ഉണ്ടല്ലോ എന്ന് ചോദിക്കും. आप हमसे सवाल करेंगे कि आपके पास तो ये सब है. അതുകൊണ്ട് ഞങ്ങൾ സെരുബാബേലിനെ കുറിച്ചും ദാനിയേലിനെ കുറിച്ചൊക്കെ പ്രസംഗിക്കാറുള്ളൂ. इसीलिए हम सेरुबाबेल और दानियल के बारे में प्रचार करते हैं. കാരണം അതിനകത്ത് വലിയ ചോദ്യങ്ങളൊന്നും ഉണ്ടാവില്ല. क्योंकि उसके अंदर सवाल खड़ा नहीं होता है. അപ്പൊ സംഭവിക്കുന്നത് അനുസരിക്കാൻ പറ്റൂല, നമ്മൾ സമ്മതിക്കത്തുമില്ല, അനുസരിക്കത്തുമില്ല. और बात क्या होती है, इस नियमों का पालन नहीं कर सकते हैं करके हम मानते भी नहीं है और ना इन नियमों का हम पालन करते हैं. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ, ഇനി നമുക്ക് പ്രസംഗത്തിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് हमारे उस विचार में लौटने से पहले एक और सवाल मैं आपसे पूछता हूँ. कट्टा वांगला उन्होंने रिपीट किए थे. ഇന്ന് കർത്താവ് വന്നാൽ क्या आज अगर मसीह आएगा तो क्या आप उठा लिया जाएगा? കർത്താവ് വന്ന സ്വർഗത്തിൽ പോകും, ഉറപ്പാണോ? क्या अगर आज मसीह आएगा तो आप स्वर्ग में जाओगे? ഒന്നും അനുസരിച്ചിട്ടില്ല. कोई भी बात का आपने पालन नहीं किया है. നിങ്ങളുടെ ഉത്തരം എന്താ? क्या आपका उत्तर क्या है? പോവോ? क्या आप जाओगे? മ്യൂട്ടാണ്, ആരും മിണ്ടണ്ട, നിങ്ങളുടെ മുഖത്ത് ഞാൻ മനസ്സിലാക്കിക്കോളാം. ഓക്കെ, ഓൾറൈറ്റ്. ഇനി ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിക്കാം. ദൈവം എന്തിനാണ് നിയമങ്ങൾ തന്നത്? परमेश्वर ने इस प्रकार के नियमों हमें क्यों दिया है? എന്തിനാ തന്നെന്ന് പറയട്ടെ? क्यों दिया है मैं आपसे कहूं. നമുക്ക് 2-3 വാക്യങ്ങൾ വായിക്കാം, അന്നേരം മനസ്സിലാവും എന്തിനാണ് ദൈവം ഈ നിയമങ്ങൾ തന്നത്. हम 2-3 वचन पढ़ेंगे तब हमें समझ में आएगा कि परमेश्वर ने इस प्रकार के नियम क्यों रखा है. നമുക്ക് റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ रोमियों के पत्री 3 वाक्यങ്ങൾ വായിക്കാം. റോമാലേഖനം 3:19-20. रोमियों के पत्री 3 का 19 और 20 हम पढ़ेंगे. हम जानते हैं कि व्यवस्था जो कुछ कहती है उन्हीं से कहती है जो व्यवस्था के अधीन है, इसलिए कि हर एक मुंह बंद किया जाए और सारा परमेश्वर के दंड का योग्य ठहरे. ओके, न्याय ആരോടാ വായിക്കുന്നവരോടാ പറയുന്നത്? व्यवस्था जो पढ़ रहे हैं उनसे कहते हैं. എന്താ പറയുന്നത് നോക്കി. क्या कह रहा है देखिए, 10-ാം വാക്യം മുതൽ നോക്കി. 10वीं वचन से जरा देखिए. നീതിമാൻ ആരുമില്ല, ഇതാ പറയുന്നത്. कोई धर्मी नहीं है. ന്യായപ്രമാണം എന്താ പറയുന്നത്? व्यवस्था क्या कहती है? നീതിമാൻ ആരുമില്ല, कोई धर्मी नहीं है, ഒരുത്തം പോലും ഇല്ല, एक भी नहीं है. അതാ ന്യായപ്രമാണം പറയുന്നത്. മുഴുവൻ വായിച്ചു നോക്കിയാൽ മതി, അതാ ന്യായപ്രമാണം പറയുന്നത്. ये सारे पढ़ने से आप समझ जाओगे, व्यवस्था यही कहती है. 20-ാം വാക്യം നോക്കി. 20वीं वचन देखिए. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ, അതായത് നിയമപ്രമാണം അനുസരിച്ചിട്ട് ഒരു ജഡവും അവരുടെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല.
क्योंकि व्यवस्था के कामों से कोई प्राणी उसके सामने धर्मी नहीं ठहरेगा। അപ്പൊ ന്യായപ്രമാണം കൊണ്ട് എന്ത് നടക്കില്ല? നീതിമാനാവാൻ പറ്റത്തില്ല. इसलिए व्यवस्था से क्या नहीं होगा, हम धर्मी नहीं ठहर पाएंगे। പിന്നെ എന്തേ സംഭവിക്കുള്ളൂ? फिर क्या होगा? ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. व्यवस्था के द्वारा पाप की पहचान होती है। ധനവാനായ മനുഷ്യൻ യേശുവിന്റെ അടുത്ത് ചെന്നു. धनवान व्यक्ति यीशु मसीह के पास आया। യേശു അവനോട് പറഞ്ഞു, നിനക്കുള്ളതെല്ലാം വിറ്റ് നീ ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്നെ അനുഗമിക്കാൻ പറഞ്ഞു. यीशु ने उसे कहा कि तेरे पास जो भी संपत्ति है सब बेचकर कंगाल लोगों को दे दे और तू मेरे पीछे हो ले। അവൻ വളരെ ദുഃഖിച്ച് കടന്നുപോയി. वो बहुत दुखित होकर लौट गया। എന്തിനാ ദൈവം അവൻ ആ നിയമം കൊടുത്തത്? परमेश्वर ने उसे उस नियम क्यों दिया? കൊടുത്തത് അവൻ ദൈവത്തെ ആശ്രയിക്കാൻ വേണ്ടിയാണ്. इसलिए दिया ताकि वो परमेश्वर पर भरोसा रखे। പക്ഷെ അവന് പാപിയാന്ന് മനസ്സിലായത് എപ്പോഴാ? मगर उसे कब पहचान हुआ कि वो पापी है? യേശുവിന്റെ അടുത്ത് വരുമ്പോൾ അവന് പാപിയാന്ന് അറിയത്തില്ലായിരുന്നു. यीशु के पास जब वो आया तब उसे मालूम नहीं था कि वो पापी है। അവൻ എല്ലാം അനുസരിക്കുന്നവനാന്ന് വിചാരിച്ചിരുന്നു. और उसे ऐसा लगा कि वो सब बातों का नियमों का पालन कर रहा है। എന്നാൽ കർത്താവ് അവനോട് ന്യായപ്രമാണം എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ അതിനകത്ത് കുറവുള്ള ഭാഗം കാണിച്ചു കൊടുത്തപ്പോഴാണ് അവൻ മനസ്സിലായത്, അയ്യോ ഞാനും അനുസരിക്കുന്നില്ല, പാപിയാണ്. और जब मसीह के पास वो आया और मसीह ने व्यवस्था के बारे में उसको समझाया, उसके अंदर जो कमी थी उस बात को वो समझ पाया और उसे लगा कि मैं तो इन बातों का पालन नहीं कर रहा हूँ। അത് കഴിയുമ്പോൾ കർത്താവിനോട് ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെയാണെങ്കിൽ രക്ഷിക്കപ്പെടാൻ ആർക്ക് പറ്റും? ഇങ്ങനത്തെ നിയമങ്ങളൊക്കെ കൊടുത്താൽ ആര് രക്ഷപ്പെടും? उसके बाद चेले मसीह से पूछता है कि इस प्रकार है तो कौन उद्धार पा सकता है? इस तरह कठिन नियमों के सामने कौन पालन कर सकता है? അപ്പോൾ കർത്താവ് പറയാണ്, അത് മനുഷ്യരാൽ അസാധ്യം, എന്നാൽ ദൈവത്താൽ സകലതും സാധ്യം. मगर देखिए मसीह तब जवाब देता है कि वो मनुष्य से असंभव है मगर परमेश्वर से सारे बात संभव है। മനസ്സിലായോ? आप समझ അപ്പോൾ गए? ശരിക്കും മനുഷ്യരാൽ അസാധ്യമാണെന്നും ദൈവത്താൽ അത് സാധ്യമാണെന്നും അവനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അവനോട് ഇത് പറഞ്ഞത്. और इसीलिए मनुष्य से असंभव है और परमेश्वर से वो संभव है करके उसको समझाने के लिए इस बात को मसीह ने उनसे कहा। ഞാൻ ഇന്നലെ നിങ്ങളോട് ഒരു മാങ്ങയുടെ കഥ പറഞ്ഞായിരുന്നു. मैंने कल आपसे एक आम का कहानी कहा। പറഞ്ഞായിരുന്നു? എനിക്ക് ഓർമ്മയില്ല. പറഞ്ഞോ? ഇല്ല. പറഞ്ഞോ? ഇല്ല, നോ നോ, ഓറഞ്ചിനെ പറഞ്ഞ. ഓറഞ്ചിന്റെ പറഞ്ഞോളൂ അല്ലേ, മാങ്ങയുടെ പറഞ്ഞില്ല. ആ അതാണ്. ഓക്കെ, അപ്പൊ ഇന്ന് മാങ്ങയുടെ കഥ പറയാം. आज मैं एक आम का कहानी बताता हूँ। कल तो ऑरेंज का कहानी सुना था ना, आज आम का कहानी बताऊंगा. ओके, थोड़ा थोड़ा हिंदी मुझे भी मालूम है. ओके, आम का कहानी. ഇപ്പൊ സമയം 8:32 अभी देखिए गया है समय. ഞാൻ നിങ്ങൾക്ക് ഒരു കൽപ്പന തരാൻ പോവാണ് അനുസരിക്കാൻ വേണ്ടി. ഓക്കെ, आपको एक मैं नियम दे रहा हूँ, आप उसका पालन करने के लिए. ഇങ്ങനെയാണ് ദൈവം ന്യായപ്രമാണം കൊടുത്തത്. അതുപോലെ ഞാൻ ഒരു പ്രമാണം തരാൻ പോവാ, ചുമ്മാ ഒരു എക്സാമ്പിൾ. और परमेश्वर ने इसी प्रकार व्यवस्था दिया था, उसी प्रकार एक उदाहरण के रूप में मैं आपको एक नियम दे रहा हूँ. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഓരോരോ മാങ്ങാപ്പഴം തരാൻ പോവാണ്. मैं आपको एक एक आम दे रहा हूँ. എങ്ങനെയുണ്ട്? കൽപ്പന ഇതാണ്, 9 മണിയാവുമ്പോഴേക്കും ഇത് മുഴുവൻ തിന്നു തീർക്കണം. और आज्ञा ये है कि 9 बजने तक आप इस आम को पूरा खा लेना है. ഇഷ്ടപ്പെട്ടോ? क्या आपको पसंद आया? വളരെ സ്വീറ്റ് ആയിട്ടുള്ള കൽപ്പനയല്ലേ? और कितना मधुर एक नियम है. ഞാൻ 9 മണിയാകുമ്പോൾ ചോദിക്കാണ്, കൽപ്പന അനുസരിച്ചവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. जब 9 बजता है तो मैं पूछ रहा हूँ कि जिन्होंने नियम का पालन किया है सब अपना अपना हाथ उठाए. നിങ്ങൾ എല്ലാവരും കൈപൊക്കും. तब आप सब लोग अपना हाथ उठाएंगे. പക്ഷെ മാങ്ങാണ്ടി നിങ്ങളുടെ കൈ തന്നെ കാണും. मगर देखिए वो बीज आपके हाथ में ही होगा. ഞാൻ എന്താ പറഞ്ഞത് തന്നപ്പം? मैंने आपको क्या कहा जब उस फल दिया तब आपको मैंने क्या कहा था? തീർക്കണം. ये पूरा खत्म करना है. നിങ്ങൾ എന്താ വിചാരിച്ചേ? आपने क्या विचार किया? ആ പറ്റുന്നിടത്തോളം ഒക്കെ തീർക്കണം. जितना हो सकता है उतना खत्म करना है. ഇത്തിരി ആവേശം കൂടുതൽ ഉണ്ടായിരുന്നവർ അതിന്റെ തൊലിയും സ്കിന്നും അതിന്റെ ഞെട്ടും എല്ലാം തിന്നു. कुछ लोगों के अंदर जोश ज्यादा था तो उस आम का छिलका भी खा लिया और उसका बाहर का छिलका भी उसके साथ खा लिया.
എത്ര ശ്രമിച്ചിട്ടോ അതിന്റെ മാങ്ങാണ്ടി മാത്രം തിന്നാൻ പറ്റിയിട്ടില്ല. मगर कितना भी कोशिश करने पर उसका गुठली या उसका बीज नहीं खा पाया. അത് ദൈവം നിയമം തന്നത് അങ്ങനെയാണ്. परमेश्वर ने जो व्यवस्था दिया वो भी इसी के समान है. പുറമേ ഉള്ളതെല്ലാം മനുഷ്യന് പെട്ടെന്ന് പെട്ടെന്ന് അനുസരിച്ചു. बाहर की बातें सब मनुष्य जल्दी जल्दी उसका मान लिया. പക്ഷെ അവസാനം ചെന്നപ്പോ മാങ്ങാണ്ടി ആർക്കും കടിക്കാൻ പറ്റിയില്ല. मगर आखिरी में देखिए उसका गुठली बच गया, वो कोई काट नहीं पा रहा है. കടിച്ചപ്പോഴാണ് അയ്യോ പാപിയാണെന്ന് മനസ്സിലായത്. और उसे जब काटने की कोशिश किया तब पहचान में आया कि अभी पापी हूं. മനുഷ്യർക്ക് അസാധ്യം എന്ന് മനസ്സിലായത്. तब समझ में आया कि ये मनुष्य के लिए असंभव है. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കണം. मसीह ने कहा कि मैंने जिस प्रकार आपसे प्रेम रखा है वैसे ही तुम आपस में प्रेम करो. നിങ്ങൾക്ക് ഒരാൾക്ക് വേണമെങ്കിൽ കിഡ്നി കൊടുക്കാൻ പറ്റും, ഹൃദയം കൊടുക്കാൻ പറ്റും, പക്ഷെ സ്നേഹം എന്ന് പറഞ്ഞ സാധനം യേശു സ്നേഹിച്ച സ്നേഹം ഉണ്ടാവില്ല. मगर देखिए आप हो सकता है औरों को एक किडनी दे सकता है, हृदय दे सकता है, मगर जिस प्रकार यीशु ने प्रेम किया वैसे प्रेम करना आसान नहीं है. നിങ്ങൾക്ക് കിഡ്നി കൊടുക്കാവുന്നതിനേക്കാളും പാടാണ് സ്നേഹം കൊടുക്കുക എന്ന് പറയുന്നത്. किडनी देने से भी तकलीफ वाली बात है प्रेम करना. ആ സ്നേഹം, യേശുവിന്റെ സ്നേഹം, നമ്മൾ ഇപ്പൊ ഒരാൾക്ക് കിഡ്നി കൊടുത്തെന്ന് വിചാരിച്ചോ ഭയങ്കര സ്നേഹമായിട്ട്, എന്നിട്ട് ആ മനുഷ്യൻ തിരിച്ച് സ്നേഹമായിട്ട് നമ്മളോട് സംസാരിച്ചില്ലെങ്കിൽ ഉള്ള സ്നേഹം പോകുന്നു മാത്രമല്ല അത് വൈരാഗ്യമായി മാറുകയും ചെയ്യും. अब मान लीजिए हमने किसी को अपना किडनी दे दिया, हम जिससे प्रेम करते हैं उसको हमने किडनी दे दिया, मगर अगर कुछ दिनों के बाद वो हमसे उसी व्यवहार से प्रेम नहीं करता है या प्रेम से व्यवहार नहीं करता है, तो हमें उस जो प्रेम है वो एकदम बैर के ओर बदल जाएगा, हमें उसके ऊपर और गुस्सा होगा. നമ്മൾ ആർക്കെങ്കിലും ഒരു സഹായം ചെയ്തിട്ട് അവൻ നമ്മളെ ബഹുമാനിച്ചില്ലെങ്കിൽ നമുക്ക് പിന്നെ, കാരണം നമ്മുടെ ഹൃദയം അത്ര നല്ലതല്ല കേട്ടോ. ഇറ്റ്സ് നോട്ട് ഗുഡ്. हम किसी का सहायता करें और उस व्यक्ति अगर हमें उसी प्रकार आदर नहीं करे तो हमें उसके प्रति बैर, വാക്യം എന്താ? क्योंकि हमारा हृदय उतना अच्छा नहीं है. സകല വായു അടഞ്ഞ്, നീതിമാനാന്ന് പറയുന്നവരുടെ എല്ലാം വായ അടയുന്ന എങ്ങനെ? ഈ മാങ്ങാണ്ടി കാണുമ്പോഴാണ്. അതുവരെ ഭയങ്കര ഉത്സാഹമാണ്, പക്ഷെ ഇതിനകത്തെ നിയമം വായിക്കുമ്പോഴാണ് എല്ലാവരുടെയും വായ അടഞ്ഞു പോകുന്നത്. और देखिए वहां हमने क्या पढ़ा, सब होठ बंद हो गए. कब बंद होता है? इस आम की गुठली जब दिखता है तब समझ में आता है तब सबका होठ बंद हो जाता है, मुंह बंद हो जाता है. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടില്ല. കാരണം ആരെ കൊണ്ട് ഇത് പൂർത്തിയാക്കാൻ പറ്റില്ല. കുറച്ചൊക്കെ ചെയ്യാൻ പറ്റും, പക്ഷെ അതിനകത്തുള്ള നിയമത്തെ പൂർത്തിയാക്കാൻ പറ്റില്ല. അങ്ങനെ എല്ലാവരും ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് കർത്താവ് വരുന്നത്. और इसीलिए व्यवस्था के द्वारा कोई भी धर्मी नहीं बन सकता है या ठहर सकता है, क्योंकि है और वो असंभव है. और इस प्रकार जब सब इस प्रकार व्याकुल और निराश होकर बैठा है तो मसीह आता है. ഓക്കെ, അപ്പോൾ നോക്കാം എന്തിനാണ് ഇങ്ങനത്തെ നിയമം ദൈവം നമുക്ക് തന്നത്. अभी आप देखेंगे कि इस प्रकार के नियम परमेश्वर ने हमें क्यों दिया है. ഇതനുസരിച്ചേ പറ്റുള്ളൂ താനും, നമുക്കൊട്ട് പറ്റത്തില്ല താനും. और ये इसका पालन करना ही है और हमसे ये हो भी नहीं सकता है. എന്തിനാണ് നമുക്ക് ഇങ്ങനെ തന്നത്? इस प्रकार क्यों हमें दिया है? കാരണം ദൈവത്തിന്റെ അടുത്തേക്ക് നമ്മൾ സഹായം ചോദിച്ചുകൊണ്ട് ചെല്ലാൻ വേണ്ടിയാണ്. क्योंकि परमेश्वर के सम्मुख में हमें सहायता की अपेक्षा कर कर जाना है. കർത്താവ് പറഞ്ഞു, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. मसीह ने कहा कि मेरे बगैर आप कुछ कर नहीं पाओगे. നിങ്ങളുടെ പഴയ ജഡത്തിന് ദൈവത്തിന്റെ പ്രമാണത്തെ അനുസരിക്കാനുള്ള കഴിവില്ല. അത് ദൈവത്തിന്റെ പ്രമാണത്തോട് ശത്രുത്വമാണ്. आपके पुराने शरीर को उस परमेश्वर के नियमों का पालन करने का सामर्थ्य नहीं है, क्योंकि वो परमेश्वर से बैर रखता है, उसका दुश्मनी है. ഗലാത്യർ 3:21 വായിക്കാം. നമുക്ക് റോമർ 3:20 ശേഷം ഗലാത്യർ 3:21 വായിക്കാം. गलातियों 3:20 हम पढ़ेंगे. रोमियो की पत्री 3:20 हमने अभी पढ़ा था. अभी गलातियों 3:20 हम पढ़ेंगे. വായിക്കാം. എന്നാൽ ന്യായപ്രമാണം ദൈവവാഗ്ദത്തങ്ങൾക്ക് വിരോധമാണോ? ഇതിന് പാപത്തിന്റെ പരിജ്ഞാനമാണോ വരുന്നതെങ്കിൽ പിന്നെ ഈ ന്യായപ്രമാണം ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾക്ക് എതിരാണോ? ഗലാത്യർ 3
21. Galatians chapter 3 verse 21. क्या व्यवस्था परमेश्वर की प्रतिज्ञाओं के विरुद्ध में है? कदापि नहीं, क्योंकि यदि ऐसा व्यवस्था दी जाती जो जीवन दे सकती तो सचमुच धार्मिकता व्यवस्था से होती. അതാണ് നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു പ്രമാണം തരുമായിരുന്നെങ്കിൽ വേണമെങ്കിൽ നമുക്ക് അത് വെച്ച് നീതിമാന്മാരാകാമായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു പ്രമാണം തന്നില്ല. अगर यदि ऐसे व्यवस्था दी जाती जो जीवन दे सकती है तो हम उसका उस व्यवस्था को मान सकते थे, मगर उस प्रकार की व्यवस्था नहीं दिया गया. കേൾക്കുന്നു? आप सुन रहे हो? കേൾക്കുന്നുണ്ടോ? ഇപ്പം കേൾക്കാം. യെസ് പാസ്റ്റർ, കേൾക്കാം. ഓക്കെ. അപ്പോൾ ജീവിക്കാൻ കഴിയുന്ന ഒരു പ്രമാണം ദൈവം തന്നിരുന്നെങ്കിൽ അത് വെച്ച് എല്ലാവർക്കും നീതിമാന്മാരാകാമായിരുന്നു. പക്ഷെ അങ്ങനെ ദൈവം തന്നില്ല. इसीलिए अगर जीने के लिए आसान अगर नियम परमेश्वर दिया होता तो हम सब उस नियमों का पालन कर सकता था, मगर उस प्रकार की നമ്മളെല്ലാം മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരായിട്ട് ഇങ്ങനെ ഇരിക്കുക. और हम सब मृत्यु के लिए इस प्रकार शिक्षा पाने के लिए इस प्रकार हम बैठे हैं. ന്യായപ്രമാണം നമ്മളെ അതിനകത്തിട്ട് അടച്ചേക്കുവാ, പാപത്തിനകത്തിട്ട് അടച്ചേക്കുവാ, രക്ഷപ്പെടാൻ പറ്റത്തില്ല. और व्यवस्था देखिए हमें पाप के अंदर रखकर इस प्रकार बंद करके रखा है, हम बच नहीं सकते हैं. 22-ാം വാക്യം വായിച്ചേ. उसकी 22वीं वचन हम देखेंगे. എങ്കിലും വിശ്വസിക്കുന്നവർക്ക് വാഗ്ദത്തം യേശുക്രിസ്തുവിലെ വിശ്വാസം ലഭിക്കേണ്ടതിന് തിരുവെഴുത്ത് എല്ലാവരെയും പാപത്തിന് കീഴെ അടച്ചു കളഞ്ഞു. ന്യായപ്രമാണം എന്തിനാ തന്നത്? നമ്മളെ പാപത്തിനകത്തിട്ട് പൂട്ടാൻ വേണ്ടി തന്നത്, പാപബോധം ഉണ്ടാകാൻ വേണ്ടിയാ തന്നത്. और इस व्यवस्था क्यों दिया है? हमें पाप के अंदर रख कर बंद करने के लिए दिया है, हमें पाप के उस सुबोध पाने के लिए हमें दिया है. എന്തിനാ അങ്ങനെ അടച്ചു വെക്കുന്നത്? इस प्रकार क्यों हमें बंद रखने के लिए दिया है? അങ്ങനെ അടച്ചു വെക്കാനുള്ള കാരണം, इस प्रकार बंद रखने का कारण ഇതാണ്. ഞാൻ ഒന്ന് വിശദീകരിക്കാം. ഇപ്പൊ ഞാൻ സ്വർഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. मैं इस प्रकार विवरण करता हूं. मान लीजिए मैं अभी स्वर्ग की ओर जा रहा हूं. ഞാൻ ഇങ്ങനെ സമയമാനത്തിൽ കയറി സ്വർഗത്തിലോട്ട് പോവാണ്. പേടിക്കണ്ട, സ്വർഗത്തിൽ പോകുന്നു പറഞ്ഞ് പേടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. സ്വർഗത്തിലേക്ക് പോവാണ്. मैं अभी स्वर्ग की ओर जा रहा हूं. स्वर्ग की ओर जाते हैं करके सुनते हैं तो भी डर लगने वाले लोग हैं. അത് ഞാൻ നിയമങ്ങളെല്ലാം അനുസരിക്കുന്നത് കൊണ്ടാണെന്ന് വിചാരിച്ചോ? मान लीजिए कि मैं नियमों का पालन करता हूं, इसीलिए स्वर्ग जा रहा हूं. ഓക്കെ, അപ്പൊ ഞാൻ നല്ല നീതിമാനായി ജീവിക്കുന്നു, നല്ല നിയമങ്ങൾ അനുസരിക്കുന്നു, മിടുക്കനായതുകൊണ്ടും നല്ല പ്രവൃത്തികൾ ചെയ്യുന്നതുകൊണ്ടും ഞാൻ സ്വർഗത്തിൽ പോകാന്ന് വിചാരിച്ചു. എല്ലാ മതങ്ങളും അങ്ങനെയാണല്ലോ പഠിപ്പിക്കുന്നത്. और मैं इस प्रकार अच्छे कर्म किए हैं और अच्छे भले काम किया है, सारे नियमों का पालन करता हूं, इसीलिए मैं स्वर्ग की ओर जा रहा हूं. सारे धर्म इसी प्रकार सिखाते हैं. അപ്പൊ വേറൊരു മനുഷ്യൻ നരകത്തിലോട്ട് പോകുന്ന വഴിക്ക് ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് കാണുന്നു. रास्ते में दूसरा एक व्यक्ति नरक की ओर जा रहा है और हम दोनों आपस में मिलते हैं. അപ്പൊ ഇയാള് ദൈവത്തോട് ചോദിക്കുക, കർത്താവേ നീ എങ്ങോട്ടാണ് ഇവനെ കൊണ്ട് പോകുന്നത്? तब इस व्यक्ति परमेश्वर से पूछ रहा है कि हे परमेश्वर, इसको लेकर तू कहाँ जा रहा है? കർത്താവ് ഒന്നും പറയുന്നില്ല. അപ്പൊ ഞാൻ പറയാണ്, मसीह को जवाब नहीं देता है, मगर मैं जवाब दे रहा हूँ. ഞാൻ ആ സ്വർഗത്തിൽ പോയി മര്യാദ ജീവിക്കണം, ഞാൻ അങ്ങനെ ജീവിച്ചിട്ടാണ് പോകുന്നത്. ए भाई, अगर स्वर्ग की ओर जाना है तो सही ढंग से जीना है, मैं उसी प्रकार जी रहा था. അപ്പോ ഈ മനുഷ്യൻ ദൈവത്തോട് ചോദിക്കുക, ദൈവമേ ഇത് ന്യായമാണോ? तब इस व्यक्ति देखिए परमेश्वर से पूछता है कि हे परमेश्वर, क्या यह सही है? ഇവൻ ഒരു വീട്ടിൽ ജനിച്ചു, അവിടെ നല്ല അപ്പനും അമ്മയും ഉണ്ടായിരുന്നു, സ്നേഹമായിട്ട് വളർത്തി, ആഹാരം കൊടുത്തു, വിദ്യാഭ്യാസം കൊടുത്തു, നല്ലപോലെ വളർന്നു വന്നു. ഇങ്ങനെ और ये तो एक अच्छा परिवार में जन्म लिया, इसके पास अच्छा माता पिता थे और सारे बातें इसके लिए प्रबंध किया गया, अच्छा पढ़ाई किया इसने और उस अच्छे परिस्थिति में ये बढ़कर आया. എന്നാൽ ഞാൻ അങ്ങനെയല്ല. मगर मेरा परिस्थिति ऐसा नहीं था. എന്റെ മാതാപിതാക്കൾ ചെറുപ്പത്തിൽ എന്നെ ഉപേക്ഷിച്ചു. ഞാൻ ഡ്രഗ് അഡിക്ഷന്റെ കൂടെ വളർന്നു, മഹാമോശമായിട്ട് ജീവിച്ചു. എന്നെ ആരും സ്നേഹിച്ചില്ല, തിരിച്ച് ഞാൻ ആരെ സ്നേഹിച്ചില്ല.
और मेरे बचपन में ही मेरे माता पिता ने मुझे इनकार कर दिया और मैं इस प्रकार ड्रग्स लेने वालों के साथ बढ़कर आया और मुझे किसी ने प्रेम नहीं किया और इसीलिए मैंने भी किसी को प्रेम नहीं किया। അപ്പൊ ഇപ്പൊ സമയമായപ്പോ എന്തേ ഞാൻ നരകത്തിലേക്ക് അവൻ സ്വർഗത്തിലേക്കും. अभी देखिए जब समय हो गया तो मैं नरक की ओर और वो देखिए स्वर्ग की ओर जा रहा है। കർത്താവ് എന്ത് മര്യാദയാണ്. അവന്റെ വീട്ടിൽ എന്നെയും എന്റെ വീട്ടിൽ അവനെയുമാണ് ജനിപ്പിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ സ്വർഗത്തിൽ പോകില്ലായിരുന്നോ? നീ എന്തിനാണ് എന്നെ ഇങ്ങനെ ഒരു സ്ഥലത്ത് ജനിപ്പിച്ചതെന്ന് അവന് ചോദിക്കാൻ മേലെ. ये परमेश्वर तूने इस प्रकार क्यों किया? ये क्या कहाँ का न्याय है? अगर मेरे घर पे उसको और उसके घर पे मुझे जन्म दिया होता तो मैं भी अभी स्वर्ग में होता करके वो सवाल कर सकता है। കറക്റ്റ് അല്ലേ ഞാൻ പറയുന്നത്? मैं तो सही बता रहा हूँ ना? അപ്പൊ ദൈവം എന്ത് മറുപടി പറയും? परमेश्वर क्या जवाब देगा? ദൈവം പറയും, परमेश्वर कहेगा മോനെ ഈ നിൽക്കുന്നവനും അനുസരിച്ചിട്ടില്ല. इस व्यक्ति भी बात नहीं माना है, ഒന്നും ചെയ്തിട്ടില്ല. कुछ उसने किया नहीं है। ഇവനെയും പാപത്തിൽ അടച്ചിട്ടിരിക്കുവായിരുന്നു, നിന്നെയും പാപത്തിൽ അടച്ചിട്ടിരിക്കുവോ? इसे भी पाप के अंदर बंद कर दिया था और तुझे भी पाप के अंदर बंद कर दिया था। എല്ലാരെയും ഞാൻ ഒരുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. सबको मैं एक समान रखा था। ഒരു 10 കിലോ നീതി കൊടുത്തിരുന്നെങ്കിൽ രക്ഷപ്പെട്ടേനെ. ഇവനെടുത്ത് പരിചയമുണ്ട്. करीबन 10% मेहनत तू किया होता तो तू भी बच गया होता। പക്ഷെ ഞാൻ 10 കിലോയുടെ വെച്ചില്ല. കാരണം 10 കിലോയുടെ നീതി മനുഷ്യർക്ക് ചിലർക്ക് എടുക്കാവുന്ന നീതി വെച്ചാൽ അവർ മാത്രം രക്ഷപ്പെടും. मैं 10 किलो का नियम रखा होता तो कुछ लोग बच सकते थे, मगर इसलिए मैंने 10 किलो का नियम नहीं रखा। അതുകൊണ്ട് ഞാനൊരു 500 കിലോയുടെ നീതിയാണ് വെച്ചത്. 500 കിലോയുടെ നീതിയാണ് ഇവനോട് അയക്കാൻ പറഞ്ഞത്. इसलिए मैंने 500 किलो वजन वाला नियम और व्यवस्था रखा था और इससे मैंने कहा कि उतने वजन वाले नियमों का पालन कर। അപ്പൊ നീയും അവനെ പോലായി. तब देखिए तो वो एक समान बन गया, ആർക്കും എടുക്കാൻ പറ്റത്തില്ല. कोई भी उठा नहीं सकता है। അങ്ങനെയാണ് പാപത്തിൽ അടച്ചത്. എന്തിനു വേണ്ടി അടച്ചതെന്നറിയോ? ഇനി വിശ്വസിക്കുന്ന ആരെ വേണേലും രക്ഷിക്കാം. और इसी प्रकार पाप में बंद कर दिया। क्यों बंद कर दिया? പക്ഷപാതമില്ല, क्योंकि സാഹചര്യം നോക്കുന്നില്ല, കഴിവ് നോക്കുന്നില്ല. വിശ്വസിച്ചാൽ രക്ഷിക്കാം. എന്ത് ഭയങ്കര നീതിയാന്ന് നോക്കി. कोई भी भेदभाव के बगैर कोई भी जो विश्वास कर सकता है वो उद्धार पाएगा। कितना बड़ा नीति। കർത്താവ് പറയാം, മോനെ നീ വിശ്വസിച്ചാൽ മതി, ഞാൻ നിന്നെ രക്ഷിക്കാം. 500 കിലോ നിനക്ക് വേണ്ടി ഞാൻ എടുത്തോളാം. मसीह कहता है कि हे बेटा तू अगर विश्वास करने से काफी है, 500 किलो तेरे लिए मैं उठाऊंगा। അതുകൊണ്ട് രക്ഷിക്കെങ്കിൽ എന്ത് വേണം? അതൊക്കെ അനുസരിക്കാൻ പറ്റാത്ത ഒരു നീതി കൊണ്ടുവരണമായിരുന്നു. മനസ്സിലായ? അപ്പൊ എല്ലാരും പാപികളായി മാറി. और इसलिए सब पापी मनुष्य बन गए। പിന്നെ രക്ഷപ്പെടാൻ ആകെ ഒരു വഴിയുള്ളൂ. കർത്താവേ എന്നെ രക്ഷിക്കണേ. ചുങ്കക്കാരനെ പോലെ നിലവിളിക്കോ, എന്നെ രക്ഷിക്കണേ. അങ്ങനെ നിലവിളിക്കുന്ന എല്ലാവരും രക്ഷപ്പെടും. और इसीलिए बचने का केवल एक ही मार्ग है, हे परमेश्वर तू मुझे बचा ले। पुकारने തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനെയും രക്ഷിക്കാൻ അവൻ ശക്തനാകുന്നു. उसके ऊपर भरोसा रखने वाले हर एक को बचाने के लिए वो सामर्थ्य है। അപ്പൊ എല്ലാരും ഒരുപോലെ ആയില്ലേ? तब देखिए सब एक समान हो गया। ആരെ വേണമെങ്കിലും ദൈവത്തിന് രക്ഷിക്കാം. അങ്ങനെയാണ് ഈ നിയമങ്ങൾ നമുക്ക് തരുന്നത്. और परमेश्वर किसी को भी बचा सकता है, उस प्रकार नियम परमेश्वर ने हमें दिया है। ഓക്കെ, നമുക്കിത് മനസ്സിലാക്കി എടുക്കാനുള്ള സമയം ഇനി ഇന്നില്ല. എങ്കിലും ഞാൻ പെട്ടെന്ന് ഓടിച്ച് അത് അവസാനിപ്പിക്കാൻ ശ്രമിക്കാം. अभी ज्यादा समय हमारे सामने है नहीं, मगर जल्दी मैं आपको समझाकर बंद करना चाहूंगा। ദൈവം എങ്ങനെയാണ് നമ്മളെ രക്ഷിക്കുന്നത്? परमेश्वर किस प्रकार हमें बचाता है? അവന്റെ ജീവനാൽ ആണെന്നാണ് റോമാലേഖനത്തിൽ പറയുന്നത്. रोमियों के पत्री में उसके जीवन के द्वारा कहलाया जाता है। അനുസരിക്കാൻ പറ്റാത്ത പഴയ മനുഷ്യനെ ഇല്ലാതാക്കിയിട്ട് ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെടുന്ന ഒരു പുതിയ മനുഷ്യനെ അനുസരണം പഠിപ്പിച്ച് ദൈവം കൊണ്ടുപോകും. और आगे का आज्ञा नहीं मान सकता है उस पुराने व्यक्ति को हटाकर मसीह में उसके बातों को मान सकते हैं, नियमों का पालन कर सकते हैं। उस प्रकार की एक नए व्यक्ति को मसीह के अंदर वो रोज चलाता जाता है।
ഞാൻ കേരളത്തിലെ അനുഭവം വെച്ചൊരു കഥ പറയാം. ആ കഥ പറഞ്ഞിട്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാം. केरला के अनुभव के साथ एक कहानी बताकर मैं बंद करना चाहूंगा. നിങ്ങളിൽ പല ആൾക്കാരും വിചാരിച്ചിരുന്നത് നിങ്ങൾ കുറെയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരാണെന്നായിരുന്നു അല്ലേ? आप में से कुछ लोग इस प्रकार मानते होंगे कि हम कुछ तो अच्छे काम करते हैं, हम अच्छे लोग हैं. പക്ഷെ പതുക്കെ പതുക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ത് ചെയ്തിട്ടും നമുക്ക് ആ അകത്തെ മാങ്ങാണ്ടിയുടെ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. मगर अभी कुछ लोग तो समझ गए होंगे कि हम जितना भी अच्छा काम करते हैं मगर उस आम के गुठली के लिए, उसको खाने के लिए कुछ हम कर नहीं पा रहे हैं. അതുകൊണ്ട് എന്ത് ചെയ്താലും ദൈവത്തിന് വേണ്ടി 0 0 0 0 0 ആയിട്ട് और इसीलिए कितना भी हम मेहनत करें परमेश्वर के सामने केवल शून्य है और कोई बात परमेश्वर के सामने स्वीकार नहीं कर पा रहा है. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, നമ്മളൊരു ക്ലാസ്സിൽ പഠിക്കുവാന്ന് വിചാരിച്ചു. अभी मान लीजिए हम एक क्लास में सीख रहे हैं. 26 പേരുണ്ട്. 26 जन है. 26 അല്ല, കുറച്ചു പേരൊക്കെ ഒരു ക്യാമറ തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് മേ ബി ഒരു 40 പേരുണ്ടെന്ന് വെച്ചു. मान लीजिए 40 जने होंगे. നമ്മളൊരു ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കുക. हम एक क्लास में बैठकर पढ़ रहे हैं. എക്സാം എഴുതി. हमने एग्जाम लिख लिया. പരീക്ഷയുടെ മാർക്ക് വന്നപ്പോ എല്ലാവരും തോറ്റുപോയി. जब मार्क आ गया तब सब लोग फेल हो गए. ആശ്വാസമുണ്ടോ? अभी देखिए सबको शांति हो गई. ആരെങ്കിലും ജയിച്ചതിന് വലിയ സങ്കടമായിപ്പോ അതില്ല, എല്ലാരും തോറ്റു. अगर उसमें से कोई भी एक व्यक्ति पास हो गया होता तो निराश हो और अन्य लोग निराश हो जाते हैं. इसलिए उस प्रकार की कोई अवस्था नहीं है, सब लोग फेल हो गए. ടീച്ചർ വന്ന് എല്ലാരും തോറ്റു എന്ന് മാത്രമേ പറഞ്ഞില്ല, എത്ര മാർക്കൊന്നും പറഞ്ഞില്ല. और टीचर आकर केवल इतना ही कहा कि सब लोग फेल हो गया, इतना मार्क है करके नहीं कहा. പക്ഷെ ചില ആൾക്കാർ വിശ്വസിച്ചു, ഞങ്ങള് എന്താ മീശയൊക്കെ എടുത്താണ്, ഞങ്ങള് വെള്ള വസ്ത്രമൊക്കെ അല്ല ഇടുന്നത്, ഞങ്ങള് പള്ളിയിൽ പോകുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു 32 മാർക്ക് കിട്ടിക്കാണും, 35 ജയിക്കാൻ വേണ്ടത്. मान लीजिए 35 मार्क पास होने के लिए चाहिए, तो कुछ लोग ने विचार किया होगा कि हम तो कलीसिया में श्वेत पहन के जाते हैं, अच्छा सज कर जाते हैं, इसलिए हमें कुछ 32 मार्क मिल गया होगा. പക്ഷേ മാർക്ക് വന്നപ്പോഴല്ലേ മനസ്സിലായത് എല്ലാവരും മാങ്ങാണ്ടി ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് എല്ലാം 0 ആണ്. മാർക്ക് വരുന്നവരെ നമ്മൾ ചില ആൾക്കാർ ഭയങ്കര മിടുക്കന്മാരാ. നാളെ തീരുമാനം എടുത്ത് ഞാൻ 35 കടക്കുമെന്ന് വിചാരിക്കും. ഒരിക്കലും നടക്കില്ല. കാരണം ദൈവത്തിന്റെ കൽപ്പന വരുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളെല്ലാം 0. मगर देखिए जब मार्क आया तब मालूम पड़ गया सबको शून्य मिला, किसी को भी अच्छा अंक नहीं मिला है. और जब अंक नहीं मिलता है तब हम सोचते हैं कि कल मार्क आएगा तब तक मुझे भी 35 मिल जाएगा या मुझे अच्छा अंक मिलेगा. और जब अंक आ गया तब हमें मालूम पड़ जाता है कि परमेश्वर के सामने हमारे क्रियाएं पूरा शून्य है. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾ വേറെ രീതിയിൽ ചിന്തിക്കണേ. അതായത് എന്റെ ചുറ്റുമുള്ള എല്ലാവരും ഭയങ്കരമായിട്ട് പഠിക്കുന്ന ആളാണ്, ഞാൻ മാത്രമാണ് 0 മാർക്ക് വാങ്ങിക്കുന്ന പയ്യൻ അല്ലെങ്കിൽ പയ്യത്തി എന്ന് പറയല്ലോ, എന്താ പറയുക, അതിനൊരു വാക്കില്ല. നിങ്ങൾ എന്താന്ന് വിചാരിച്ചോ, ഞാൻ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം 100-ന് 100 അല്ലെങ്കിൽ 80 60 ഞാൻ മാത്രമാണ് 0 എന്ന് വിചാരിച്ചേ. പെട്ടെന്ന് വിചാരിച്ചോ, സമയമില്ല, വിചാരിച്ചല്ലോ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാത്രമേ സുവിശേഷം മനസ്സിലാവുള്ളൂ. കാരണം പാപികൾക്ക് മാത്രം സുവിശേഷം. നിങ്ങൾ 10 മാർക്കെങ്കിലും നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് നേടിയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കുള്ളതല്ല സുവിശേഷം. आप उस झुंड में हैं जो समझते हैं सब अच्छे 100 में 100% लिख जाते हैं, मगर मैं वो हूँ जो बहुत कम पढ़ाई करता हूँ और अच्छे अंक नहीं लेके आ पाता हूँ. तो समाचार उसके लिए है जो अपने आप को. അത് മാത്രമല്ല, വേറൊരു ഞെട്ടിപ്പിക്കുന്ന രഹസ്യം കൂടെ ഉണ്ട്. ഈ 35 മാർക്ക് കൊണ്ട് നമ്മൾ ജയിക്കാൻ പോകുന്നില്ല സ്വർഗത്തില്. ഒരുത്തൻ കയറണമെങ്കിൽ 100 വേണം. और एक चौंकाने वाली बात मैं आपको कहूँ, 35 मार्क लेके आके जो पास होता है वो स्वर्ग में प्रवेश नहीं होगा, वहां 100 में 100 चाहिए. കാരണം ഒരിടത്ത് തെറ്റിയാൽ എല്ലാം തെറ്റിയ പോലെ പ്രമാണം അങ്ങനെയാ. क्योंकि एक जगह अगर हम गलत हो जाते हैं तो पूरा नियम
गलत हो जाता है, उसका नियम या व्यवस्था, और अगर एक गलत हो जाता है तो सारे बात में हमें अंक में नहीं मिलता है। 100 ജയിക്കാൻ പറ്റുള്ളൂ. अगर 100 में 100 है तो ही हम वहां प्रवेश कर पाएंगे, हम विजय होंगे। അപ്പൊ ഞാനൊരു 0 സ്റ്റുഡന്റ് ആണ്, എനിക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഒരു സാർ എന്റെ അടുത്ത് വരുന്നത്. और मान लीजिए मैं इस प्रकार निराश होकर बैठा हूं कि मैं एक शून्य में शून्य लेके आने वाला विद्यार्थी हूं, मैं अच्छा पढ़ाई नहीं कर पाता हूं, इस प्रकार निराश अवस्था में बैठा हूं, तब एक सर मेरे पास आता है। ഇനി അങ്ങോട്ട് 0 കിട്ടുന്നവർക്ക് മാത്രമേ ഗുഡ് ന്യൂസ് ഉള്ളൂ കേട്ടോ, അല്ലാത്തവർക്കൊക്കെ ബാഡ് ന്യൂസാ. 0 കിട്ടുന്ന പിള്ളേർക്ക് മാത്രമുള്ള സുവിശേഷം കേട്ടോ. अभी केवल जो शून्य लेके आता है उन्हीं के लिए आगे का संदेश है, सुसमाचार भी उन्हीं प्रकार के लोगों के लिए है। സാർ വന്നിട്ട് പറയാണ്, മോനെ ഞാനൊരു നല്ല വാർത്തയായിട്ടാണ് വന്നേക്കുന്നത് നിനക്ക്. ये सर आके कहता है कि हे बेटा एक अच्छा खबर लेके मैं आपके पास आया हूं। അപ്പൊ ഞാൻ ചോദിക്കും, എന്താ സാറേ? मैं उनसे पूछता हूं कि क्या सर, क्या खबर है? ഈ പ്രാവശ്യം നിന്റെ പരീക്ഷയ്ക്ക് ചോദ്യപേപ്പർ ഉണ്ടാക്കുന്നത് ഞാനാ. इस बार तेरे परीक्षा के लिए क्वेश्चन पेपर मैं तैयार करने वाला हूं। അപ്പൊ ഞാൻ പറയും, സാറേ എങ്ങനെയെങ്കിലും ചോദ്യപേപ്പറും തരാമെങ്കിൽ ഞാൻ എഴുതി പാസ്സായിക്കൊള്ളാം, ചോദ്യപേപ്പർ മുഴുവൻ വേണ്ട, ജയിക്കാനുള്ള മാർക്ക് മതി, എനിക്ക് മടുത്തു, പഠിച്ചു മടുത്തു, എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി, ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് തരാമോ സാറേ? मैं उस सर से पूछता हूँ कि सर कैसे भी मुझे वो क्वेश्चन पेपर थोड़ा तो मुझे दिखा दीजिए, मैं कितना मेहनत किया फिर भी मैं पढ़ नहीं पा रहा हूँ, थोड़ा उसमें से कुछ सवाल तो मुझे बता दीजिए। അപ്പോ സാറ് പറയും, എടാ നിനക്ക് അറിയാവുന്ന ചോദ്യങ്ങളാ, സ്നേഹിക്കണം, അറിയാം, പറ്റണ്ടേ, താഴ്മ കാണിക്കണം, എത്ര പ്രാവശ്യം താഴ്ത്തി സമർപ്പിക്കുന്നു, താഴ്മയോടെ ഏൽപ്പിക്കുന്നു പറഞ്ഞു, എന്തേലും നടക്കുവോ? ഇത് ചോദ്യങ്ങൾ അറിയാൻ മേലഞ്ഞിട്ടല്ല, ഉത്തരവില്ല, क्वेश्चन पेपर കിട്ടിയിട്ടും യാതൊരു കാര്യമില്ല, അത്ര പൊട്ടന്മാരാണ്. और सर कहता है कि हे बेटा ये सब बातें तुझे मालूम है, सवाल सब जो कौन से आएगा सब तेरे को मालूम है, मगर तू समझ नहीं पाता है। प्रेम करना है, इतना प्रेम करना है, तुझे समझना है और नम्र होना है। अभी हम नम्र करते हैं, हम नम्र हो नहीं पाते हैं। അപ്പൊ ടീച്ചർ പറയാണ്, ഒരു നല്ല വാർത്ത ഇങ്ങോട്ട് പറ. अभी उस टीचर ने फिर एक अच्छा खबर दिया। എന്താ ടീച്ചർ? ഈ പ്രാവശ്യം നിന്റെ പരീക്ഷയുടെ പേപ്പർ, ഉത്തര പേപ്പർ നോക്കുന്നത് ഞാനാ. ഈ പ്രാവശ്യം നിന്റെ ഉത്തര പേപ്പർ, ആൻസർ പേപ്പർ നോക്കുന്നത് ഞാൻ. और उस बेटे से कहा कि इस बार तेरा आंसर शीट भी मैं ही चेक करूंगा। അപ്പം ഞാൻ പറയാം, അത് മതി, ഞാനൊരു ചോദ്യത്തിലുള്ള ചോദ്യങ്ങളെല്ലാം ഞാൻ അതുപോലെ എഴുതി വെച്ചേക്കാം, എന്തെങ്കിലുമൊക്കെ വരച്ച് കുറിച്ച് ടീച്ചർ 5, 4, 3, 2 നോക്കിയിട്ട് അതിനെ എങ്ങനെയെങ്കിലും ഒന്ന് 35 കടത്തി തന്നാൽ മതി സർ. मैं खुश होकर कहूंगा कि सर मैं आपके सवालों का कुछ भी जवाब वहां लिख दूंगा, आप वहां यहाँ जितना हो सकता है कैसे भी अंक डालकर मुझे थोड़ा 35 तक लेके आ जाइएगा, मुझे पास करा दीजिएगा। അപ്പൊ ടീച്ചർ പറയും, അങ്ങനെ കള്ളമാർക്ക് ഇട്ടാൽ നാളെ നിന്റെ പേപ്പർ ആരെങ്കിലും പരിശോധിച്ചാൽ ഞാൻ അകത്താവും, ആ പരിപാടി നടക്കൂല. तब टीचर कहेगा कि उस प्रकार झूठा अंक मैं नहीं डाल सकूंगा, क्योंकि कल कोई और तेरा पेपर चेक करेगा तो मुझे झूठा स्थापित करेगा, इसलिए उस प्रकार की गलत बातें मैं नहीं करूंगा। അപ്പൊ ഞാൻ ചോദിക്കും, പിന്നെ ടീച്ചർ എന്ത് നല്ല വാർത്ത പറയാൻ വേണ്ടിയാ വന്നത്? तब फिर मैं उससे कहूंगा कि सर आप क्या अच्छा खबर देने के लिए आए? അപ്പൊ ടീച്ചർ പറയാം, എടാ നീ ശരിക്കും ഒന്നും എഴുതാൻ അറിയാത്ത ഒരുത്തനാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. तब टीचर ने कहा कि मैं जानता हूं कि तू सही रीति से इसका प्रश्नों का जवाब नहीं दे सकता है। അതിന് കാരണം നിനക്കുള്ള ഒരു ബലഹീനതയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് ഈ ലേണിംഗ് ഡിസോർഡർ ഉണ്ട്, പഠിക്കാനുള്ള കഴിവില്ല, മണ്ടനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായതുകൊണ്ട് ഞങ്ങൾ ഗവൺമെന്റിനോട് റിക്വസ്റ്റ് ചെയ്തു, നിനക്കൊരു ഓപ്ഷൻ ഉണ്ട്, വേറൊരാളെ കൊണ്ട് നിനക്ക് എക്സാം എഴുതിപ്പിക്കാം, നീ പറഞ്ഞു കൊടുത്താൽ മതി, ഒരു സ്ക്രൈബ് വന്നിരുന്ന് എക്സാം നിനക്ക് വേണ്ടി എഴുതിക്കോളൂ. और हम जानते हैं कि तेरे को पढ़ाई करने में मुश्किल है, तू इस प्रकार शरीर में तकलीफ होने की वजह से तू बातों को याद नहीं रख सकता है, पढ़ाई करने में तकलीफ होने की वजह से हमने तेरे बात को सिफारिश उधर सरकार के साथ किया और सरकार ने अनुमति दिया कि तेरे जगह पे तू किसी को बिठाकर परीक्षा लिखा सकता है। കേരളത്തിൽ അങ്ങനെ ഒരു നിയമമുണ്ട്, ഒരാൾക്ക് എഴുതാനും വായിക്കാനും കഴിവില്ലാത്ത കുട്ടികളാണെങ്കിൽ പകരം ഒരു സ്ക്രൈബിനെ വെച്ച് എഴുതിപ്പിക്കാം. केरला में इस प्रकार एक नियम है
कि अगर लिखना और पढ़ना नहीं हो सकता है, इस प्रकार का कोई तकलीफ वाला बच्चे हैं, तो वे एक स्क्राइब को अपने जगह पे बिठाकर परीक्षा लिखा सकता है। ആന്ധ്രയിലുണ്ട് അങ്ങനെ നിയമം. വേറെ രാജ്യങ്ങളുടെ കാര്യം എനിക്കറിയത്തില്ല. आंध्र में भी इस प्रकार സംസ്ഥാനങ്ങളുടെ का കാര്യം नियम है, എനിക്കറിയത്തില്ല. अन्य राज्यों के बारे में मैं नहीं जानता हूँ। ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞു കൊടുക്കണം, അയാൾ എഴുതിക്കുള്ളൂ. എഴുതാൻ മാത്രമേ പറ്റുള്ളൂ, നമ്മൾ പറഞ്ഞു കൊടുത്താലേ പറ്റുള്ളൂ. और केवल वो जो व्यक्ति है वो केवल लिख ही सकता है, हमें उत्तर उसको बताकर देना है। അപ്പൊ ഞാൻ ടീച്ചറെ സ്ക്രൈബ് കൊണ്ട് എന്താ പ്രയോജനം? എനിക്ക് എന്തെങ്കിലും അറിയാമെങ്കിലല്ലേ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ഇതിലല്ലോ പിന്നെ സ്ക്രൈബ് എങ്ങനെ എക്സാം നടക്കുന്ന? तब मैं टीचर से वापस सवाल करता हूँ कि टीचर मेरे को तो जवाब आता ही नहीं है, तो मैं उसको क्या बताऊंगा? अगर मुझको जवाब आएगा तो ही मैं स्क्राइब को बता पाऊंगा जवाब, तभी वो लिख पाएगा। അപ്പൊ ടീച്ചർ പറയടാ മോനെ, ഈ പ്രാവശ്യം നിന്റെ സ്ക്രൈബ് ഞാനാ. तब टीचर उससे कहता है, ये बेटा इस बार तेरा स्क्राइब मैं हूँ। അപ്പൊ എത്ര മാർക്ക് കിട്ടും? अभी मान लीजिए कितना अंक आएगा? പരീക്ഷാ പേപ്പർ ഇടുന്ന, പേപ്പർ കറക്റ്റ് ചെയ്യുന്ന അതേ ആള് തന്നെ, നിയമം തന്ന അതേ ആള് തന്നെ, നാളെ ന്യായം വിധിക്കുന്ന അതേ ആള് തന്നെ നമുക്ക് അനുസരിക്കാൻ നമുക്ക് എത്ര മാർക്ക് കിട്ടും? अभी मान लीजिए जो परीक्षा का पेपर, क्वेश्चन पेपर तैयार करने वाला, जो आंसर शीट चेक करने वाला, वही व्यक्ति, जो नियमों को तैयार करने वाला व्यक्ति हमारे लिए स्क्राइब बनकर हमारे परीक्षा लिखने आ रहा है, उस वही हमारे सामने न्याय करेगा, हमको उसी के सामने खड़ा रहना है। അവനാണ് പരീക്ഷ എഴുതുന്നെങ്കിൽ നമുക്ക് എത്ര മാർക്ക് കിട്ടും? अगर वो हमारे लिए परीक्षा लिखेगा तो हमें कितना अंक मिलेगा? 100ൽ 100. 100 में 100 हमें मिलेगा। അങ്ങനെയാ കർത്താവ് നമ്മളെ രക്ഷിക്കുന്നത്. और उस प्रकार मसीह हमें बचाता है। ബൈബിളിൽ എവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നത്? बाइबल में कहाँ इस प्रकार लिखा है? റോമർ 8:3-4. रोमियो के पत्री 8 का 3 और 4 में इस प्रकार लिखा है। പെട്ടെന്ന് നോക്കിയോ, ഇങ്ങനത്തെ വചനം ഉണ്ടെന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല അല്ലെ? അങ്ങനെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ പാപ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും എന്ന ചോദ്യത്തിന്റെ ഉത്തരം റോമർ 8:3-4. ഞാൻ പറയാം, ജഡത്താലുള്ള ബലഹീനത നിമിത്തം, क्योंकि जो काम व्यवस्था शरीर के कारण दुर्बल होकर नहीं कर सकती। ന്യായപ്രമാണത്തിന് എന്നെ നീതിമാനാക്കാൻ കഴിഞ്ഞില്ല. കഴിയാത്തതിനെ സാധിപ്പിക്കാൻ ദൈവം എന്ത് ചെയ്തു? തന്റെ പുത്രനെ പാപജഡത്തിന്റെ സദൃശത്തിൽ, എന്നെ പോലത്തെ ഒരു വേഷത്തിൽ, എന്റെ പാപജഡമില്ല, പാപജഡത്തിന്റെ സദൃശത്തിൽ അവൻ എനിക്ക് പകരം ഈ ലോകത്തിലേക്ക് അയച്ചു. इसलिए परमेश्वर ने क्या किया? अपने ही पुत्र को पाप में शरीर की समानता में, अर्थात मेरे समान, मेरे पाप के शरीर नहीं है, पाप के पाप में शरीर के समानता में आपके बलिदान होकर इस जगत में भेजा। അപ്പൊ എനിക്ക് 500 കിലോ പൊക്കാൻ 500 കിലോയുടെ നിയമം തന്നു. എന്നിട്ട് 500 കിലോ പൊക്കാൻ പറ്റാതെ ഞാൻ വിഷമിച്ചു. കാരണം അടിമയാണല്ലോ, നമ്മൾ ചെയ്തല്ലേ പറ്റുമല്ല, നരകത്തിൽ പോലോ. ഈ 500 കിലോ പൊക്കാൻ പറ്റാതെ ഞാൻ വിഷമിച്ചിരുന്നപ്പോ കർത്താവ് തന്നെ എനിക്ക് പകരക്കാരനായി ഇറങ്ങി വന്ന് അവൻ എനിക്ക് വേണ്ടി അത് എടുത്തു പൊക്കി. और इसलिए देखिए, हमें पालन करने के लिए 500 किलो वजन नियम परमेश्वर ने दिया, मगर हम भी उस नियमों को उठा नहीं सकते, उसका पालन नहीं कर सकते, और इस कारण नरक की ओर जा रहे थे। मगर परमेश्वर हमें बचाने के लिए पुत्र को 2000 വർഷങ്ങൾക്ക് മുമ്പല്ല, 2000 साल पहले नहीं भेजा, അപ്പോഴും ദൈവം അനുസരിച്ചു. तब भी परमेश्वर ने कहना माना। ഇന്ന് അവിടെ എഴുതിയിരിക്കുകയാണ്, ജഡത്തെ അല്ല ആത്മാവിനെ നമ്മൾ അനുസരിച്ച് നടക്കുമ്പോൾ ഇന്നും ഞാനല്ല, ക്രിസ്തുവാണ് എനിക്ക് പകരം ജീവിക്കുന്നത്. അവന്റെ ജീവനാണ് ഇതനുസരിക്കുന്നത്. और इधर वहां लिख रखा है कि आज भी मैं ही, और मेरे अंदर मसीह उस आज्ञा का पालन कर रहा है। വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ, और एक भाषा में कहूं तो യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ എനിക്ക് പകരം മരിച്ചു. ഞാനായിരുന്നു മരിക്കേണ്ടത്, എനിക്ക് പകരം മരിച്ചു. यीशु सलीब पर मेरे बदले में मरा, मैं मरना था, मगर मेरे बदले में उन्होंने मृत्यु लिया। പക്ഷെ അവൻ ഇന്ന് ആത്മാവിൽ in my place. और वो आज मेरे जगह पर है। യേശു ക്രിസ്തു
എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിക്കാൻ മാത്രമല്ല ചെയ്തത്, അവൻ ഇന്ന് പകരം ജീവിക്കുകയും കൂടെ ചെയ്തു. यीशु मसीह मेरे लिए केवल सलीब में अपना जिंदगी केवल मृत्यु हासिल नहीं किया, मगर वो आज भी मेरे लिए उस नियमों का पालन भी करने के लिए सहायता कर रहा है. പൗലോസ് പറയുന്നത് ജീവിക്കുന്നത് ഇനി ഞാനല്ല, ക്രിസ്തു അത്രേ. इसलिए प्रेरित पौलुस कहता है कि अभी मैं नहीं हूँ, मेरे अंदर मसीह जीवित है. നിങ്ങൾക്ക് ഒരാളെ സ്നേഹിക്കാൻ പറ്റുന്നില്ലേ? ക്ഷമിക്കാൻ പറ്റുന്നില്ലേ? क्या आप एक व्यक्ति को माफ नहीं कर पा रहे हैं, प्रेम नहीं कर पा रहे हैं? വിഷമിക്കണ്ട, आप निराश नहीं होइएगा. സ്നേഹിക്കാൻ ശ്രമിക്കാൻ വേണ്ട, और प्रेम करने की कोशिश भी नहीं करना. വിശ്വസിച്ചാൽ മതി, ഞാനല്ല ക്രിസ്തു ജീവിക്കുന്നത്. केवल विश्वास करने से काफी है कि मैं नहीं, मेरे अंदर मसीह जीवित है. ഞാനല്ല ജീവിക്കുന്ന ക്രിസ്തുവാ. मैं नहीं जीवित हूं, मेरे अंदर मसीह जीवित है. വിശ്വസിക്കുന്നുണ്ടോ? क्या आप विश्वास कर पा रहे हैं? വിശ്വാസത്താൽ നമ്മൾ ആരുടെ ജീവനാ ജീവിക്കാൻ പോകുന്നത്? हम विश्वास के द्वारा किसका जिंदगी बिताने जा रहे हैं? എന്റെ പകരക്കാരന്റെ ജീവനാ. मेरे बदले में जीवन दिया हुआ जिंदगी बिताने जा रहा हूं. He is my substitute. वो मेरा बदले में है. നിന്റെ പിള്ളേരോട് സംസാരിക്കുമ്പോൾ, പ്രസംഗിക്കുമ്പോൾ, ജീവിക്കുമ്പോൾ, പണത്തെ നേരിടുമ്പോൾ, പാപത്തെ നേരിടുമ്പോൾ ഞാൻ പറയാം, ഞാനല്ല ക്രിസ്തു അത്രേ ജീവിക്കുന്നത്. ആ ജീവിതത്തിന്റെ മുമ്പിൽ എല്ലാം ജയിക്കും. मेरे बच्चों से बात करते समय, मेरे आर्थिक बातों के बारे में जब मैं व्यवहार करता हूं, अन्य लोगों से मैं अन्य बातों पर जब मैं व्यवहार करता हूं, सब हर बातों पर मैं मुझसे कहूंगा कि मैं व्यवहार नहीं कर रहा हूं, मेरे अंदर मसीह जीवित है, वो व्यवहार कर रहा है. ആ പകരക്കാരനോടാണ് നമ്മൾ മാർക്ക് മേടിക്കാൻ പോകുന്നത്. और उस जो हमारे बदले में है, उस व्यक्ति से हम अंक लेने. പഴയ ജഡത്തിലല്ല, പഴയ ജഡത്തിൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല. पुराने उस बातों इतिहास में हमें कुछ नहीं मिलेगा. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? आपको समझ में आया मैं जो कह रहा हूं? അതുകൊണ്ടാ പൗലോസ് പറയുന്നത്, ഞാനില്ല, ഞാൻ മരിച്ചു, ജീവിക്കുന്നത് ക്രിസ്തു അത്രേ. ജീവിക്കുന്ന ക്രിസ്തുവാണ്, അവന്റെ ജീവനാണ് നമ്മളിൽ വ്യാപരിക്കുന്നത്, പുത്രന്റെ ജീവൻ. ആ ജീവനാണ് അനുസരണത്തിലേക്ക് നമ്മളെ നടത്തുന്നത്. और इसीलिए प्रेरित पौलुस कहता है कि मैं मर गया हूं, मेरे अंदर मसीह जीवित है, वो जी रहा है. उस पुत्र की आत्मा से उसने हमें भरा है, अभी हमारे अंदर वो जीवित है. മനസ്സിലായോ? അപ്പൊ നമുക്ക് പ്രാർത്ഥിക്കാം. अभी हम प्रार्थना करेंगे. വീണ്ടും ജനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ പുതിയൊരു ജീവനുണ്ട്. और नया जीवन जब हम पाते हैं, जब हम उद्धार पाते हैं, तब हमारे अंदर एक नया जीवन है. പഴയ ജീവിതം ഇനി ജീവിക്കണ്ട, അത് മരിച്ചുപോയി. पुराने जिंदगी जीने की जरूरत नहीं है, वो मर गया है. അത് യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ തീർന്നു, അവന്റെ കൂടെ ക്രൂശിക്കപ്പെട്ടു. और यीशु मसीह के सलीब के मृत्यु के साथ वो भी सलीब पर चढ़ाया गया है. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ. अभी मैं जीवित नहीं हूं, मेरे में मसीह जीवित है. കാരണം ആ ജീവനാണ് എന്റെ ഉള്ളിൽ കർത്താവ് തന്നേക്കുന്നത്. ആത്മാവ് ആ ജീവനാണ് എനിക്ക് തരുന്നത്. और उस आत्मा ने उस जीवन को हमारे अंदर दिया है. ഓക്കെ, അപ്പോൾ ആ ഒരു വിശ്വാസമാണ് എന്നെ ക്രിസ്തുവിന്റെ സന്നിധിയിൽ നിർത്തുമാറാക്കുന്നത്. ഞാനല്ല, ക്രിസ്തു അത്ര. ഞാൻ അവന്റെ കൂടെ മരിച്ചു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര. ഇതാണ് നമ്മുടെ ഫെയ്ത്ത്. और इसीलिए उस विश्वास हमें उसके साथ रहने के लिए, जीने के लिए हमें सहायता करती है. ये हमारी विश्वास है. നമ്മുടെ വിശ്വാസം നമുക്ക് നേടിത്തരേണ്ടത് കാറോ വീടോ ജോലിയോ കുടുംബമോ ഒന്നുമല്ല. നമ്മുടെ വിശ്വാസം നമുക്ക് നേടിത്തരേണ്ടത് യേശു കർത്താവിനെ തന്നെയാണ്. हमारे विश्वास जो है हमारे लिए अन्य प्रकार की संपत्ति नहीं कमा के देना है, मगर हमारे विश्वास हमें मसीह को कमाने के लिए सहायता करना चाहिए. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. हम प्रार्थना करेंगे. നമുക്ക് കർത്താവ് തന്ന ജീവനായിട്ട് സ്തോത്രം ചെയ്യാം. അത് വളർന്ന് ക്രിസ്തുവിന്റെ തലയോളം വളരുവാൻ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. हमें परमेश्वर ने दिया हुआ उस जीवन के लिए हम उसको धन्यवाद करेंगे और हम बढ़कर
मसीह रूपी उस सिर तक बढ़ने के लिए परमेश्वर हमें सहायता करे। ഓരോ ദിവസവും ക്രിസ്തുവിൽ വളർന്നു വരുവാനും അവന്റെ സൽപ്രവൃത്തികളിലേക്ക് നടക്കുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. हर एक दिन यीशु मसीह के साथ चलने के लिए, उसके सिर तक पहुंचने के लिए और अच्छे भले कामों में आगे बढ़ने के लिए परमेश्वर हमें सहायता करे। പ്രാർത്ഥിക്കാം. प्रार्थना करेंगे। ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങയുടെ മഹത്വമേറിയ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾക്ക് അങ്ങയുടെ ജീവൻ